ഇതിഹാസങ്ങളുടെ ചരിത്രത്തിലേക്ക് തുറന്നു വച്ച ഒരു വാതിൽ പോലെയാണ് ശ്രീചിത്രൻ്റെ ഈ ഗ്രന്ഥം. ഇതിഹാസങ്ങളെ ചരിത്രപരമായി സ്ഥാനപ്പെടുത്താനും അവയെ നമ്മുടെ സാമൂഹ്യ ചരിത്രത്തിൻ്റെ ഏതേത് സന്ദർഭങ്ങളിലാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് ആലോചിക്കാനുമുള്ള ഒരു ശ്രമമാണ് ഈ പുസ്തകം എന്നതാണ് ഒന്നാമതായി നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തേത്, ഇത് ഒരു കുട്ടിയോട് സംസാരിക്കാനുള്ള ശ്രമമാണ് എന്നതാണ്. ഒരു കുട്ടിയോട് സംസാരിക്കുക എന്നുള്ളത് വാസ്തവത്തിൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. ലോകത്തെ തന്നെ വലിയ ചിത്രകാരനായിരുന്ന പാബ്ലോ പിക്കാസോ ഒരിക്കൽ പറയുന്നൊരു കാര്യം, ഞാൻ 4 വയസ്സിൽ റാഫേലിനെ പോലെ വരയ്ക്കുമായിരുന്നു, പിന്നെ ജീവിതകാലം മുഴുവൻ ശ്രമിച്ചത് ഒരു 4 വയസ്സുകാരനെ പോലെ വരയ്ക്കാനാണ് എന്നാണ്. കാരണം ഒരു കുട്ടിയുടെ ഭാവനയുടെ സവിശേഷത അതിന് നാഗരികതയുടെ, സംസ്കാരത്തിൻ്റെ, സാമൂഹികമായ സമ്മർദ്ദങ്ങളുടെ അതിർത്തികളൊന്നുമില്ല. അതെങ്ങോട്ടും സഞ്ചരിക്കും. പിക്കാസോ അത് മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. പിക്കാസോ പറയുന്നത്, ഒരു കുഞ്ഞിനോടൊരു ആനയെ വരയ്ക്കാൻ പറഞ്ഞാൽ, ആന എന്നല്ല മറ്റെന്തോ ജന്തുവിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്, ജീവിയെക്കുറിച്ചാണ്. ആനയെ വരയ്ക്കാൻ പറഞ്ഞാൽ കുഞ്ഞ് എന്തെങ്കിലും വരച്ചിട്ട് അത് ആനയാണ് എന്ന് കരുതും. നമുക്ക് പക്ഷെ ഒരു ആനയെ കാണണമെങ്കിൽ ആനയെപ്പോലെ ഇരിക്കണം. ആനയെപ്പോലെ ഇരിക്കുന്നതിൽ മാത്രം ആനയെ കാണുന്നതിന് പകരം എന്തിലും ആനയെ കാണാനുള്ള ഒരു ശേഷിയാണ് ഒരർത്ഥത്തിൽ ഈ ശൈശവ ഭാവന തരുന്ന ഒരു സ്വാതന്ത്ര്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മഹത്വത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ആരാണ് ഏറ്റവും മഹാനായ ഒരാൾ, മഹത്വത്തിൻ്റെ മാനദണ്ഡം എന്താണ് എന്ന് പറയുന്ന സമയത്ത് കുമാരനാശാൻ കോപ്പിടും നൃപതി പോലെയും കളിക്കോപ്പെടുത്ത ചെറുപൈതൽ പോലെയും എന്നെഴുതുന്നത്. ഒരു ഭാഗത്ത് കിരീടം ചൂടിയ രാജാവിനെ പോലെ, മറുഭാഗത്ത് ഒരു കളിക്കുഞ്ഞിനെ പോലെ, കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്ന ഒരു കളിക്കുഞ്ഞിനെ പോലെ, രണ്ടറ്റത്തും പോയി മടങ്ങാനുള്ള ശേഷിയിലാണ് മഹത്വം കുടികൊള്ളുന്നത്. ഈ കളിക്കുഞ്ഞിനെ കൈമോശം വന്നവരാണ് മിക്കവാറും നമ്മൾ എല്ലാവരും എന്നതുകൊണ്ട് വാസ്തവത്തിൽ നമുക്ക് ജീവിതത്തിൻ്റെ ഒരറ്റം നഷ്ടപ്പെടുന്നു. ഈ നഷ്ടപ്പെട്ട അറ്റത്തോട് ഒരു പക്ഷേ നമ്മുടെ ഇതിഹാസ പാരമ്പര്യത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള പ്രയാസകരമായൊരു ശ്രമമാണ് ഈ പുസ്തകം എന്നതാണ് ഇതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. ഈ 2 പ്രത്യേകതകളും പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ സാമൂഹ്യ ചരിത്രത്തെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളതാണ് എന്ന് ഞാൻ കരുതുന്നു. ഇതിഹാസങ്ങളെക്കുറിച്ച്, പുരാണങ്ങളെക്കുറിച്ച്, പാരമ്പര്യത്തിൻ്റെ ഇത്തരം അവശിഷ്ട രൂപങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മുതിരുന്നത് കൊണ്ട് എന്താണ് കാര്യം എന്ന ഒരു ചോദ്യം ധാരാളമായി ഉന്നയിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ്. അത് പല രൂപത്തിൽ പല കാലങ്ങളിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും ധാരാളമായിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ട്. 1930കളിൽ കേസരി ബാലകൃഷ്ണപിള്ള കേസരി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന കാലത്ത് അദ്ദേഹം 34ലോ മറ്റോ എഴുതിയ ഒരു മുഖപ്രസംഗത്തിൽ പള്ളത്ത് രാമൻ്റെ ഒരു പരിശ്രമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പള്ളത്ത് രാമൻ രാമായണത്തിൻ്റെ ഈ പുരുഷാധികാരപരവും സവർണാധിപത്യപരവുമായ ആശയലോകത്തെ വെല്ലുവിളിക്കാൻ വേണ്ടി രാവണായനം എന്ന ഒരു കൃതി എഴുതാനായിട്ട് തീരുമാനിക്കുന്നു. നേരത്തെ ഇവിടെ സജീന്ദ്രൻ മാഷ് പറഞ്ഞതുപോലെ രാമായണം ഒരു പാഠമല്ല, അനവധി പാഠങ്ങളാണ്. എ.കെ. രാമാനുജൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അനവധി കഥനങ്ങൾ ഒത്തുചേർന്ന് കിടക്കുന്ന ഒരു വലിയ നീർക്കയം പോലെയാണ് രാമായണം, രാമകഥ. കാമിൽ ബുൽക്കെ അതുകൊണ്ട് രാമകഥ എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് പല രാമായണങ്ങൾ, അല്ലാതെ വാൽമീകി രാമായണത്തിൽ നിന്ന് രാമകഥയുടെ പല പ്രകാരങ്ങൾ എന്നതല്ല. അത് ഫിലോളജിക്കലായി, ഭാഷാജ്ഞാനപരമായി അത്തരമൊരു കഥന സങ്കല്പം രാമായണത്തെക്കുറിച്ചുണ്ടായിട്ടുണ്ടെങ്കിലും അതല്ല രാമായണത്തിൻ്റെ ചരിത്ര ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്നൊരു കാഴ്ചപ്പാടാണ് എ.കെ. രാമാനുജനുള്ളത്. അദ്ദേഹം പറയുന്നത് രാമകഥ എന്ന് പറയുന്നത് ഒരു വലിയ നീർക്കയം പോലെ, ഒരു വലിയ ജലാശയം പോലെ നിലക്കൊള്ളുന്ന ഒന്നാണ്. ഓരോ ആളുകളും അതിൽ നിന്ന് തങ്ങൾക്കാവശ്യമുള്ളത് കോരിയെടുക്കുന്നു, തങ്ങളുടേതായ നിലയിൽ അത് രൂപാന്തരപ്പെടുത്തുന്നു എന്നല്ലാതെ എല്ലാ രാമകഥകൾക്കും രാമായണങ്ങൾക്കും പിന്നിൽ ആദിയായ ഒരു പൊതുരാമായണമുണ്ട് എന്ന്
കരുതുന്നതിൽ ഒരു അർത്ഥവുമില്ല. അതുകൊണ്ട് രാമായണത്തിൻ്റെ ഒരു വംശാവലി തേടിപ്പോയി വാൽമീകി രാമായണത്തിൽ അതിൻ്റെ പ്രാരംഭത്തെ കണ്ടെത്തുന്നതിന് പകരം രാമകഥ എന്നത് കഥനങ്ങളായി പടർന്ന, ഓരോ പടർച്ചയിലും ഓരോ പ്രകാരം കൈവരിച്ച ഒരു ആഖ്യാന ക്രമമായിട്ട് രാമായണത്തെ മനസ്സിലാക്കുന്നതാണ് ഉചിതം എന്ന ഒരു വീക്ഷണമാണ് എ.കെ. രാമാനുജൻ മുമ്പോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇങ്ങനെ പല പ്രകാരങ്ങളിലുള്ള ഈ രാമായണ ജീവിതത്തിൽ രാവണനെ കേന്ദ്രമാക്കുന്ന രാമായണങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാഷിവിടെ പറഞ്ഞു, അത്തരമൊരു രാവണ കഥയെ കേന്ദ്രമാക്കിക്കൊണ്ട് രാമായണത്തിനെതിരെ രാവണായനം എഴുതാനാണ് പള്ളത്തുരാമൻ മുതിരുന്നത്. കേസരി പള്ളത്തുരാമൻ്റെ പരിശ്രമത്തെ വലിയ തോതിൽ പ്രശംസിക്കുകയും അത് എഴുതുമ്പോൾ ബൗദ്ധ പാരമ്പര്യത്തിൽ നിന്ന് സ്വീകരിക്കേണ്ടുന്ന രാവണൻ്റെ വംശാവലിയെ സംബന്ധിച്ച ആശയാവലികൾ എന്തൊക്കെയാണ് എന്ന് വിശദമായി പരാമർശിക്കുകയും അതുതന്നെ ഒരു പ്രത്യേക ലേഖനമായി എഴുതുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. എങ്കിലും തൻ്റെ കുറിപ്പിൽ കേസരി സൂചിപ്പിച്ച് നിർത്തുന്ന ഒരു കാര്യം, പക്ഷേ പള്ളത്തുരാമൻ രാവണായനം കൊണ്ട് നിറവേറ്റാൻ ശ്രമിക്കുന്ന ദൗത്യം അതിൻ്റെ പല മടങ്ങ് ശക്തിയോടെ ചിന്താവിഷ്ടയായ സീത എഴുതിക്കൊണ്ട് കുമാരനാശാൻ നിറവേറ്റിയിട്ടുണ്ട്. ഇന്നത്തെ അവർണ കവികൾ ആശാന്റെ മാർഗം പിന്തുടരുന്നതായിരിക്കും നല്ലത് എന്നൊരു വാക്യത്തിലാണ് ആശാൻ തൻ്റെ ആ ഭാഗത്തെ നിരീക്ഷണം അവസാനിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. കേസരി 1930 എഴുതിയതാണ്, നമ്മളിപ്പോഴും പറയേണ്ടി വരുന്നു. കേസരി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ രാമായണത്തെ വിമർശിക്കാൻ രാവണായനം എന്ന ഒരു ബദൽ പാഠം ഉണ്ടാക്കിയാൽ രാമായണം പ്രവർത്തിച്ച ഇടങ്ങളിലൊന്നും തന്നെ നിങ്ങൾക്ക് ഈ പാഠവുമായി കടന്നു ചെല്ലാൻ കഴിയില്ല. അതൊരു ബദൽ പാഠമാണ്. ആ ബദൽ പാഠം അതിൽ തൽപരരായ കുറച്ചു പേരുടെ താർക്കികമായ സംവാദങ്ങളിൽ ഇടം പിടിച്ചേക്കാം എന്നല്ലാതെ രാമായണ പാരമ്പര്യത്തെ ഏതെങ്കിലും നിലയിൽ അലോസരപ്പെടുത്താനോ അസ്ഥിരീകരിക്കാനോ അതിന് കഴിയില്ല. മറിച്ച് ആശാൻ ചിന്താവിഷ്ടയായ സീത എഴുതുന്നതോടെ 2 സഹസ്രാബ്ദമെങ്കിലും ജീവിതമുള്ള രാമായണത്തിൻ്റെ ദീർഘചരിത്രത്തിനകത്ത് കയറിയുള്ള ഒരു സംവാദമായി, ഒരു യുദ്ധമായി, ഒരു ഏറ്റുമുട്ടലായി, ചോദ്യങ്ങളായി ആ പാഠം പ്രവർത്തിക്കാൻ തുടങ്ങുകയും രാമായണത്തെ ഒരു നിലയ്ക്ക് അത് അസ്ഥിരീകരിക്കുകയും ചെയ്യും. രാവണായനത്തിൻ്റെ ഏതു പാഠത്തെക്കാളും രാമായണത്തിലെ പുരുഷാധികാരത്തെ, രാമായണത്തിൻ്റെ സവർണാധികാരത്തെ മലയാളിയുടെ മുമ്പിൽ തുറന്നു കാണിച്ചത് ചിന്താവിഷ്ടയായ സീതയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. ശരി, ഭൂപതി സമ്മതിക്കണം ചരിതവ്യത്തിൽ നിജപ്രജാമതം, പിരിയാം പല കക്ഷിയായി ജനം പരിശോധിച്ചറിയേണ്ടയോ നൃപൻ എന്ന് ചോദിക്കുന്ന സീത പഴയൊരു സീതയല്ല. അത് സീതയിലൂടെ ഉയർന്നു വരുന്ന ആധുനികമായൊരു മൂല്യബോധമാണ് എന്നതും നിരൂപിക്കിൽ മയക്കി ഭൂപനെ തരുണീ പാദജ ഗർഹിണീ ശ്രുതി എന്ന് പറയുന്ന സീത വാസ്തവത്തിൽ രാമൻ്റെ ഒരു വിപുല പാരമ്പര്യത്തെ തന്നെയാണ്. മുടിയിൽ കൊതിചേർത്ത് പുത്രരെ ജഡിയാക്കും ചിലർ തൽക്കുമാരരോ മടികൂടാതെ മഹാവനത്തിലും വെടിയും ദോഹതമാർന്ന പത്നിയെ രാജാവാക്കാമെന്ന് പറഞ്ഞ് ക്ഷണിച്ചു വരുത്തി മക്കളെ കാട്ടിലയച്ച പിതാക്കന്മാരുണ്ട്. അത്തരം പിതാക്കന്മാരുടെ പുത്രന്മാർ ഗർഭിണിയായ ഭാര്യയെ കാട്ടിലെറിയാൻ ഒരു മടിയും കാണിക്കില്ല എന്നെല്ലാം പറയുന്ന സീത രാമായണ പാരമ്പര്യത്തിനകത്ത് കടന്നു കയറി അതിനെ സ്ഫോടനം ചെയ്യിക്കുന്ന ഒരു സാന്നിധ്യമായി തീരും. ഇത്രത്തോളം നിശിതമായി സീത രാമായണ പാരമ്പര്യത്തെ അകമേ ചോദ്യം ചെയ്യാൻ വാസ്തവത്തിൽ രാവണായനങ്ങൾക്കോ ബദൽ പാഠങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യമാണ് കേസരി അദ്ദേഹത്തിൻ്റെ മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവിക്കുന്ന, അതായത് ഈ ആശയാവലികൾ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലിരിക്കുന്ന, നാം വേറെ പണിയൊന്നുമില്ലാത്തപ്പോൾ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണോ, അതോ ആശയാവലികൾ എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുന്ന ശക്തി രൂപങ്ങളാണോ എന്നതാണ് ആശയങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നാം ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ ആധുനികമായൊരു താർക്കിക യുക്തി ആശയങ്ങളെ രണ്ടാം കിട സാധനങ്ങളായി കാണുകയും ഭൗതികത എന്ന് പറയുന്നത് ഈ പറയുന്ന ഭൗതിക പ്രത്യക്ഷങ്ങൾ, മരം കൊണ്ടും കല്ലുകൊണ്ടും യന്ത്രങ്ങൾ കൊണ്ടും ലോഹങ്ങൾ കൊണ്ടും അമ്മാതിരി പലമാതിരി രൂപങ്ങൾ കൊണ്ട് പണിതെടുക്കപ്പെട്ടവയാണ്
ഭൗതിക വസ്തുക്കൾ, ഭൗതികത അതുമാത്രമാണ് എന്ന് കരുതുകയും ചെയ്യുന്നു. മാർസ് 1843 ഹെഗലിൻ്റെ നിയമദർശനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൽ എഴുതി ചേർത്ത പ്രധാനപ്പെട്ട ഒരു വാക്യം, ഐഡിയാസ് ബിക്കം മെറ്റീരിയൽ ഫോഴ്സ് വെൻ ഇറ്റ് ഗ്രിപ്പ് ദ മാസസ്. ജനങ്ങൾക്കുമേൽ പിടിമുറുക്കി കഴിഞ്ഞാൽ ആശയങ്ങൾ ഭൗതിക ശക്തികളാണ്. അതുകൊണ്ട് ആശയം എന്ന് പറയുന്നത് ഒരാളുടെ തലയിൽ മാത്രം വസിക്കുന്നതല്ല, തലയിൽ വസിക്കുന്ന ആശയങ്ങളും ഉണ്ടാകാം. അത് ഒരാളുടെ ധ്യാനാത്മകമായ ചിന്തയുടെ മാത്രം ഉൽപ്പന്നമാണെങ്കിൽ, അവിടെ മാത്രമാണ് അതിനിടമുള്ളതെങ്കിൽ അത് ആശയങ്ങൾ കേവലാശയങ്ങളായിട്ട് നിലനിൽക്കാം. പക്ഷേ ചരിത്രത്തിൽ ഇടപെടുന്ന, സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന, മനുഷ്യവംശത്തിൽ സ്വാധീനം ചെലുത്തുന്ന ആശയങ്ങൾ ഭൗതിക ശക്തികളാണ്. ഭൗതിക ശക്തികളായി തീരുന്ന ആശയാവലികളോട് നിങ്ങൾക്ക് ഇടപെടാനുള്ള ഒരേ ഒരു വഴി അവയുടെ ഭൗതികതയുടെ ചരിത്രത്തെ അഭിസംബോധന ചെയ്യുക എന്നത് മാത്രമാണ്. അവയുടെ ഭൗതികതയുടെ ചരിത്രത്തെ, എങ്ങനെയാണ് ഈ ആശയം പ്രവർത്തിച്ചത്, എന്തുകൊണ്ടാണ് ഇതിന് പ്രവർത്തനക്ഷമത കൈവന്നത്, ഏതേതളവിലാണ് അത് സ്വാധീനമായി തീർന്നത്, അതിൻ്റെ സാധ്യതകളും പരാധീനതകളും എന്തൊക്കെയായിരുന്നു എന്ന ചോദ്യം ഈ ആശയത്തോട് തന്നെ ചോദിച്ചുകൊണ്ടും ഇതിൽ ഫലിച്ചതെന്താണ്, പാഴായതെന്താണ് എന്ന് ചരിത്രത്തിനുള്ളിൽ നിന്ന് ഈ ആശയത്തിൻ്റെ ഒരു വംശാവലിയെ, അതിൻ്റെ ചരിത്ര ജീവിതത്തെ കണ്ടെടുത്തുകൊണ്ടും അതിനെ തിരുത്തിക്കൊണ്ടും മാത്രമേ വാസ്തവത്തിൽ നമുക്കൊരു ജീവിച്ച ആശയത്തോട് സംവദിക്കാൻ കഴിയൂ. അപ്പോൾ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിക്കുന്ന ആശയത്തോട്, ഭൗതിക ശക്തിയായി തീർന്ന ആശയത്തോട്, അതിൻ്റെ ഭൗതിക സ്വരൂപത്തോടാണോ നമ്മൾ സംസാരിക്കാൻ മുതിരുന്നത്, അതോ ആ ആശയത്തെക്കുറിച്ചുള്ള നമ്മുടെ ദാർശനിക ധാരണയാണോ, നമ്മുടെ സൈദ്ധാന്തിക ധാരണയാണോ നാം മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത്? ഇത് രണ്ടും രണ്ട് കാര്യമാണ്. ഒന്നാമത്തേത്, സാമൂഹ്യ ജീവിതത്തിൽ ഒരാശയം എങ്ങനെ പ്രവർത്തിച്ചു, അതിൻ്റെ ഭൗതിക സ്വരൂപം എന്തായിരുന്നു, അതിൻ്റെ ഫലം എന്തായിരുന്നു. അവിടെ ആ ആശയത്തെക്കുറിച്ചുള്ള എൻ്റെ ധാരണകൾ, ഞാൻ അതേക്കുറിച്ച് രൂപപ്പെടുത്തിയ വീക്ഷണഗതികൾ, അതേക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ ആലോചനകൾ, ഇതിനല്ല കേന്ദ്ര പദവിയുള്ളത്. മറിച്ച് ആശയത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിനാണ്, ആശയത്തിൻ്റെ ചരിത്ര ജീവിതത്തിനാണ്. അത് അതേക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നു. അതല്ലാതെ ആ ആശയത്തെക്കുറിച്ചുള്ള എൻ്റെ ബോധ്യങ്ങളിൽ, എൻ്റെ ധാരണകളിൽ അഭിരമിക്കുന്നില്ല. ഞാൻ കേസരിയെക്കുറിച്ച് ഒരു ആശയം കൂടി പറഞ്ഞുകൊള്ളട്ടെ. കേസരി 1922 സമദർശി എന്ന പത്രം തുടങ്ങിയത്. ആ പത്രം 4 വർഷക്കാലം പത്രാധിപരായി പ്രവർത്തിച്ച് സർക്കാരുമായുള്ള, തിരുവിതാംകൂർ രാജാവുമായുള്ള സംഘർഷങ്ങളൊക്കെ മൂർച്ഛിച്ചു വന്ന സമയത്ത് പത്രത്തിൻ്റെ പത്രാധിപത്വം അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ ഉപേക്ഷിച്ചതിന് ശേഷം അദ്ദേഹം എടുത്തൊരു തീരുമാനം, ഇനി മുതൽ സ്വന്തം പത്രത്തിൽ മാത്രമേ പ്രവർത്തിക്കൂ. രണ്ടാമത് അദ്ദേഹം എടുത്തൊരു തീരുമാനം, ഇനി തിരുവനന്തപുരത്ത് പത്രം നടത്തുന്നതല്ല. തിരുവനന്തപുരം ഒരു മോശം സ്ഥലമാണെന്ന്, ഈ രാജാധികാരമൊക്കെ കൂടിക്കുഴഞ്ഞ് കിടക്കുന്നത് കൊണ്ട് അവിടെ പത്രം നടത്തേണ്ടതില്ല എന്നും അദ്ദേഹം കരുതുന്നുണ്ട്. അത് അദ്ദേഹം എഴുതുകയും ചെയ്തു. 4 വർഷക്കാലം തിരുവിതാംകൂറും പിന്നീട് മലയയിലും ഒക്കെ നടന്ന് പണം പിരിച്ച് അദ്ദേഹം ഒരു പത്രം നടത്താനുള്ള, പ്രസ് വാങ്ങാനുള്ള പണമൊക്കെ സംഘടിപ്പിച്ചു. മദ്രാസിൽ നിന്നൊരു പ്രസ് വാങ്ങി അത് കൊണ്ടുവന്ന് അദ്ദേഹം ഒരു പത്രം ആരംഭിക്കാൻ, സ്വന്തം പത്രം നടത്താൻ തീരുമാനിച്ചു. ആ പത്രമാണ് പ്രബോധകൻ. അത് തുടങ്ങി 3-ാമത്തെ മാസം അത് പൂട്ടിപ്പോയി. സർക്കാർ അത് അടച്ചു പൂട്ടിച്ചു. എങ്കിലും ആ പത്രം സ്വന്തം പത്രമായിട്ടാണ് തുടങ്ങിയത്. പക്ഷെ പത്രം അദ്ദേഹം തുടങ്ങിയത് തിരുവനന്തപുരത്ത് തന്നെയാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം നൽകുന്നൊരു വിശദീകരണമുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ഇനി പത്രം പ്രവർത്തിപ്പിക്കുന്നതല്ല എന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും പത്രത്തിൻ്റെ സാമൂഹ്യ ധർമ്മം നിറവേറ്റണമെങ്കിൽ ഇന്നത്തെ നിലയ്ക്ക് അത് തിരുവനന്തപുരത്ത് തന്നെ പുറപ്പെടേണ്ടതുണ്ട്. കാരണം സാമൂഹ്യ രാഷ്ട്രീയ അധികാരത്തിൻ്റെ കേന്ദ്രം തിരുവനന്തപുരം ആയതുകൊണ്ട് അവിടെ ഒരു പത്രത്തിനുണ്ടാക്കാൻ കഴിയുന്ന സാമൂഹ്യ ഫലം മറ്റെവിടെയെങ്കിലും അതിനുളവാക്കാൻ കഴിയില്ല. പിന്നെ കേസരി എഴുതുന്നത്, അതുകൊണ്ട് എൻ്റെ ആദർശബോധത്തെക്കാൾ പത്രത്തിൻ്റെ സാമൂഹിക ധർമ്മമാണ് പ്രധാനം എന്ന് കരുതുന്നത് കൊണ്ട് ഞാൻ ഈ പത്രം തിരുവനന്തപുരത്ത് നിന്ന് തന്നെ തുടർന്നും പ്രസിദ്ധീകരിക്കുകയാണ്. ചരിത്ര വിവേകം എന്നാണ് ആ വാക്യത്തിൻ്റെ ശരിയായ അർത്ഥം. ചരിത്ര വിവേകം, അതായത് ഒരു സാമൂഹിക ഇടപെടൽ ഫലപ്രാപ്തി ഉണ്ടാകുന്നത് ആ സാമൂഹിക ഇടപെടലിനെ കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിഗതമായ ബോധ്യങ്ങളിലല്ല, മറിച്ച് ആ സാമൂഹിക ഇടപെടൽ വന്നു വീഴുന്ന മൂർത്തമായ ചരിത്ര വസ്തുത, ചരിത്ര യാഥാർത്ഥ്യം എന്താണ് എന്നതിലാണ്. ഇത് ഇതിഹാസങ്ങളെക്കുറിച്ചുള്ള ആലോചനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇതിഹാസങ്ങൾ എന്ന് പറയുന്നത്
പി ഗോവിന്ദപിള്ള ഇന്ത്യൻ ഇതിഹാസങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ പറയുന്ന ഒരു കൗതുകമുള്ള കാര്യം, യൂറോപ്പിലും ഇതിഹാസങ്ങളൊക്കെ ഉണ്ട്, ഇലിയഡ് ഉണ്ട്, ഒഡീസി ഉണ്ട്, അല്ലെങ്കിൽ ഗിൽഗമേഷ് കാവ്യങ്ങളുണ്ട്, ഇതൊക്കെ യൂറോപ്പിനും ഉണ്ട്. പക്ഷേ ഇന്ത്യൻ ഇതിഹാസങ്ങളുടെ മൗലികമായൊരു സവിശേഷത അത് വർത്തമാനത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അദ്ദേഹം പറയുന്നുണ്ട്, യുളീസസിനെ പോലെയോ അല്ലെങ്കിൽ ഹെലനെ പോലെയോ അഗമെമ്നനെ പോലെയുള്ള കഥാപാത്രങ്ങൾ ഗ്രീസിലെയോ യൂറോപ്പിലെയോ സാഹിത്യ സെമിനാറുകളിൽ ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടേക്കാം എന്നല്ലാതെ അവയ്ക്ക് സാമൂഹിക ജീവിതത്തിൽ ഇടമൊന്നുമില്ല. ഇന്ത്യയുടെ സ്ഥിതി അതല്ല. ഈ ഇതിഹാസ പുരാണ കഥാപാത്രങ്ങളൊക്കെ രാഷ്ട്രീയ ശക്തികളായി സാമൂഹ്യ ശക്തികളായി നമ്മുടെ ജീവിതത്തിനുള്ളിൽ നിരന്തരമെന്നോണം കടന്നു കയറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ത്യയിലെ ഇതിഹാസ പാരമ്പര്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രാചീനമായൊരു ഭൂതകാലത്തിലെ കെട്ടുപോയ ആശയങ്ങളെക്കുറിച്ചല്ല, മറിച്ച് വർത്തമാനത്തിൽ ജീവിച്ച് അതിലിടപെട്ട് അതിനെ രൂപാന്തരപ്പെടുത്തുന്ന, ഒരുപക്ഷെ നമ്മുടെ കാലത്ത് PG അത് എഴുതുന്ന കാലത്ത് അതില്ല, 80കളിൽ എഴുതിയ ലേഖനാണ്. നമ്മുടെ കാലത്ത് രാഷ്ട്രീയാധികാര നിർവഹണത്തിൻ്റെ സമാഹരണത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി ഇതിഹാസ കഥാപാത്രങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന, രാജേഷ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ വർത്തമാനകാല രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രബിന്ദുക്കളായി ഇതിഹാസ പാരമ്പര്യങ്ങൾ മാറിത്തീരുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ആ ചരിത്ര ശക്തി എന്ന ഒരാശയത്തോട് ഈ നിലയിൽ എൻഗേജ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം എൻഗേജ്മെൻറ്റ് ഇത് നിശ്ചയമായിട്ടും അപകടരഹിതമായ ഒന്നല്ല. ഇതിഹാസ പാരമ്പര്യങ്ങളുമായി സംവദിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ആശയാവലികളുടെ ഒരു വ്യൂഹത്തിനുള്ളിൽ കടന്നേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. അങ്ങനെ ഉള്ളിൽ കടന്നു പ്രവർത്തിക്കുന്ന സമയത്ത് നിശ്ചയമായും അതിൻ്റെ ഭാരങ്ങൾ, അതിൻ്റെ ബാഗേജ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമല്ലോ, അത് ചരിത്രത്തിൽ ഉണ്ടാക്കി വച്ച വലിയ ഭാരങ്ങൾ പലതും ഈ ചർച്ചകളിലും കടന്നു വരും എന്നതിൽ സംശയമൊന്നുമില്ല. നാരായണ ഗുരു ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു, നാരായണ ഗുരു പലമാതിരി ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. ആ ദൈവപ്രതിഷ്ഠകളിലൂടെ ദൈവാധികാരം മുഴുവൻ മനുഷ്യർക്കും പ്രാപ്യമായ ഒന്നാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അങ്ങനെ സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച ദൈവങ്ങൾ തന്നെ വൈദികമായ ഒരു വ്യവഹാരത്തിനുള്ളിൽ പിറവിയെടുത്തതാണ്. ആ വൈദിക പാരമ്പര്യത്തിൻ്റെ ഭാരങ്ങളെ പേറുന്നവയുമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രതിഷ്ഠിച്ച ശിവൻ, നിങ്ങൾ പ്രതീക്ഷിച്ച ശിവൻ മാത്രമല്ല, ശിവന്റെ ചരിത്ര ജീവിതത്തിൻ്റെ ഭാരം പേറുന്ന ശിവനുമാണ്. ശിവനെ ചരിത്രഭാരങ്ങൾ ഒന്നുമില്ലാത്ത കേവല ശിവനാക്കുക സാധ്യമല്ല. 2000 കൊല്ലമെങ്കിലുമായിട്ട് ഋഗ്വേദത്തിൽ തെളിയുന്ന രുദ്രൻ മുതൽ അല്ലെങ്കിൽ ഇൻഡസ് വാലിയിൽ തെളിയുന്ന പശുപതി ശിവൻ മുതൽ ഋഗ്വേദകാലത്തെ രുദ്രസങ്കല്പവും പിൽക്കാലത്തെ എത്രയോ ശിവപാരമ്പര്യങ്ങളും കലർന്ന ഒരു മിത്തായിട്ട് നിങ്ങൾക്ക് ശിവനെ കാണാൻ പറ്റൂ. ആ ശിവനെയെ അരിയുപ്പുറത്ത് പ്രതിഷ്ഠിക്കാൻ പറ്റൂ. ആ പ്രതിഷ്ഠയുടെ അർത്ഥം പക്ഷേ ശിവൻ എന്നല്ല. ആ പ്രതിഷ്ഠയുടെ അർത്ഥം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന എന്നാണ്. പക്ഷെ അത് ശിവനെ പ്രതിഷ്ഠിച്ചിട്ടാണ് ഗുരു എഴുതുന്നത്. അതുകൊണ്ട് പ്രതിഷ്ഠിക്കപ്പെട്ട ശിവനും ശിവന്റെ പാരമ്പര്യവും തമ്മിൽ ഒരു യുദ്ധമുണ്ട്, ഒരു സംഘർഷമുണ്ട്, ഒരകലമുണ്ട്. ആ അകലത്തിൻ്റെ പേരാണ് ചരിത്രം എന്നത്. അതുണ്ടാക്കുന്ന വൈരുദ്ധ്യത്തിൻ്റെ പേരാണ് ചരിത്രം എന്നത്. ഈ വൈരുദ്ധ്യത്തിൻ്റെ നടുക്ക് നിന്നുകൊണ്ടല്ലാതെ, ഈ വൈരുദ്ധ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടല്ലാതെ, അതിന് മുഖാമുഖം നിന്ന് അതിനോട് സംസാരിച്ചു കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഈ ബലത്തെ അഭിമുഖീകരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറി നിൽക്കാം. ആ മാറി നിൽക്കൽ പക്ഷേ ചരിത്ര പ്രക്രിയയിൽ നിന്നുള്ള മാറി നിൽക്കലായിരിക്കും. കാരണം 19-ാം നൂറ്റാണ്ടിൽ ഗുരുവിനെ സംബന്ധിച്ച് പൊതുജീവിതം, പൊതുമണ്ഡലം എന്നൊക്കെ പറയാൻ നാം ഇന്ന് കാണുന്ന ഒരു മേഖലയുമില്ല. ഗുരുവിൻ്റെ മുമ്പിൽ പൊതുമണ്ഡലം എന്ന് വിളിക്കാൻ ഒരൊറ്റ മേഖലയുള്ളൂ, അത് മതമാണ്. അതുകൊണ്ട് മതത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കണം. മതത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ മറ്റൊരു രൂപകത്തിലൂടെ സംസാരിച്ചാൽ നിങ്ങൾ ശിവനെ പ്രതീക്ഷിക്കുന്നു, പക്ഷേ ശിവനോടൊപ്പം ഭൂതഗണങ്ങളും ഉണ്ട് എന്നതാണ്. ഭൂതഗണങ്ങൾ ഏതുമില്ലാതെ ശിവൻ മാത്രമായി ശിവനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ശിവൻ ചരിത്രത്തിൻ്റെ ഭാരം ഏറ്റുവാങ്ങിയ ഒരു ദൈവസങ്കല്പമാണ്, ദൈവഭാവനയാണ്. അതുകൊണ്ട് ഭാവനയുടെ ചരിത്രത്തിൽ ഇടപെടുമ്പോൾ നിങ്ങളുടെ താർക്കിക യുക്തി കൊണ്ട് മാത്രം അതിനെ നേരിടാനായിട്ട് ഒരുപക്ഷെ കഴിഞ്ഞേക്കില്ല എന്നതാണ് ഒരു പ്രശ്നം. ഇത് ഇതിഹാസങ്ങൾ മാത്രമല്ല, ഏത് ഭൂതകാല പാരമ്പര്യത്തിലേക്ക് തിരിഞ്ഞാലും ഈ വൈരുദ്ധ്യം ഏറിയും കുറഞ്ഞും നമ്മുടെ മുമ്പിൽ വരും.
ചരിത്രത്തിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈരുദ്ധ്യങ്ങൾ ഏതുമില്ലാതെ സിദ്ധാന്തശുദ്ധമായി ഇടപെടാൻ പാകത്തിന് ചരിത്രം നമുക്ക് മുമ്പിൽ ഒരുങ്ങിയിരിക്കുന്നില്ല എന്നതാണ്. ചരിത്രം വിശാലാർത്ഥത്തിൽ വൈരുദ്ധ്യങ്ങളുടെ ഒരലകടലാണ്. ആ കടലിൽ തോണി ഇറക്കുകയല്ലാതെ അതിനെ മുറിച്ച് കടക്കാൻ വേറൊരു വഴിയും നമുക്ക് മുമ്പിലില്ല. തീരത്തിരിക്കുന്നവർ തീരത്തേ ഇരിക്കൂ, അക്കരയ്ക്കെത്തില്ല. അക്കരയ്ക്കെത്താൻ നിങ്ങൾ തോണി ഇറക്കിയേ പറ്റൂ. ചിലപ്പോൾ മുങ്ങിപ്പോവും, ചിലർ അക്കരയ്ക്കെത്തും. ആരാണ് മുങ്ങുക, ആരാണ് മറുകര എത്തുക എന്നുള്ളത് കാലം തീരുമാനിക്കേണ്ടതാണ്. ആ കാലത്തിൻ്റെ തീരുമാനത്തിന് സ്വയം സന്നദ്ധമായി ഇറങ്ങി തിരിച്ചിട്ടാണ് നാരായണ ഗുരു ആദ്യം ശിവനെ പ്രതിഷ്ഠിച്ചത്, പിന്നെ പല വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചത്, പിന്നീട് അദ്ദേഹം സത്യം, ധർമ്മം, ദയ, ശാന്തി എന്ന വാക്കുകൾ എഴുതിയത്, കെടാവിളക്ക് കൊളുത്തി വെച്ചത്, കണ്ണാടി പ്രതിഷ്ഠിച്ചത്, ഏറ്റവും ഒടുവിൽ ഇനി ദേവാലയങ്ങൾ സ്ഥാപിക്കരുത്, ദേവാലയങ്ങൾ ജാതി വ്യത്യാസം ഇല്ലാതാക്കും എന്ന് നാം ധരിച്ചിരുന്നു, ദേവാലയങ്ങൾ ജാതി വ്യത്യാസം വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. ഇത് രണ്ടും ഇതെല്ലാം ഗുരു ചെയ്തതാണ് എന്നോർക്കണം. ഓരോ മൂർത്തമായ ചരിത്ര സന്ദർഭത്തോടുമുള്ള ഇടപെടലുകളുടെ രീതികളാണ് ഇവയൊക്കെ. അതുകൊണ്ട് എന്തിന് ഇതിഹാസങ്ങളെക്കുറിച്ച് സംസാരിക്കണം, എന്താണ് അത്തരം ആലോചനകളുടെ ഫലം എന്ന് ചോദിച്ചാൽ, ലളിതമായി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭൗതിക ശക്തി രൂപങ്ങളാണ് ഇതിഹാസങ്ങളുടെ ആശയപ്രപഞ്ചം എന്നതാണ് കാരണം. അത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ അല്ലയോ എന്നത് മറ്റൊരു കാര്യമാണ്. നിശ്ചയമായിട്ടും നിരാകരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിരസിക്കാൻ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമ്മുടെ താർക്കിക നിരാസം കൊണ്ട് ചരിത്രത്തിൽ നിന്ന് അവ ഇല്ലാതാകില്ല. ചരിത്രത്തിൻ്റെ ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആഗ്രഹിച്ച് ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നല്ല ചരിത്രത്തിൻ്റെ വൈരുദ്ധ്യങ്ങൾ. നമ്മുടെ ഇച്ഛ കൊണ്ട് നമുക്ക് ചരിത്രത്തെ തൂത്തുമാറ്റാൻ പറ്റില്ല. നിലനിൽക്കുന്ന മൂർത്തമായ സാമൂഹിക ബന്ധങ്ങളിൽ ഇടപെട്ടുകൊണ്ടല്ലാതെ അവയിൽ നിന്ന് മാറി നിൽക്കുന്ന താർക്കികത കൊണ്ട് നിങ്ങൾക്ക് ചരിത്രത്തോട് സമ്മതിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചരിത്രം ഒരു തർക്കമല്ല, ചരിത്രം ഒരു പ്രക്രിയയാണ്. പ്രക്രിയയിൽ പങ്കുചേരുമ്പോൾ അതിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ നിങ്ങളും ചെന്നുപെടും. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇടപെട്ട വലിയ മനുഷ്യരിലേക്ക് നോക്കിയാൽ അവരൊന്നും ഒറ്റ വഴിക്കല്ല പല വഴിക്കാണ് നടക്കുന്നത് എന്ന് കാണാൻ പറ്റും. അതാരും ഗാന്ധിജിയാകട്ടെ, മാർസാകട്ടെ, അംബേദ്കർ ആകട്ടെ, ഗുരു ആകട്ടെ, ഇവരൊന്നും ഒരു വഴിക്കല്ല. അതൊന്നും അവസരവാദമല്ല. മൂർത്ത യാഥാർത്ഥ്യങ്ങളോട് സംവദിക്കാനുള്ള ആഴമേറിയ സംവാദ സന്നദ്ധതയിൽ നിന്നാണ് അവർ സ്വയം മാറുന്നത്. ഗാന്ധിജി ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ഐ മേക്ക് നോ ഹോബ് ഗോബ്ലിൻ ഓഫ് കൺസിസ്റ്റൻസി. സ്ഥിരതയുടെ ഈ ഭൂതബാധയെ ഞാൻ കൊണ്ടു നടക്കുന്നില്ല. ഇഫ് ഐ ആം ട്രൂ ടു മൈസെൽഫ് ഫ്രം മൊമെന്റ് ടു മൊമെന്റ്, I do not consider the inconsistencies that fall upon me. എന്നോട് ഓരോ നിമിഷവും ഞാൻ സത്യസന്ധനാണെങ്കിൽ എൻ്റെ മേൽ വന്നു വീഴുന്ന അസ്ഥിരതയെ ചൊല്ലി ഞാൻ വ്യാകുലപ്പെടുന്നതേയില്ല. വിജയമാഷ് പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ട്, ജീവിതത്തിൻ്റെ മുഖത്ത് നോക്കി കാണുന്ന സത്യം വിളിച്ചു പറയാൻ തുനിയുന്ന ഒരാൾക്ക് എപ്പോഴും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്നത്. ഇതൊരാളുടെ കാര്യമല്ല കേട്ടോ, എത്രയോ ആളുകൾ. ഇപ്പം അംബേദ്കറുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ 1920കളിൽ മഹത് സത്യാഗ്രഹവും അല്ലെങ്കിൽ ജാതിവിരുദ്ധ പ്രക്ഷോഭവുമായി അദ്ദേഹം മുമ്പോട്ട് പോകുന്നു. 30കളിൽ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ഉണ്ടാക്കുന്നു. തൊഴിലാളി വർഗ സംഘാടനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാളായി മഹാരാഷ്ട്രയിലെ തൊഴിലാളി സമരങ്ങളുടെ നേതൃനിരയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരാളായി തീരുന്നു. 40കളിൽ അദ്ദേഹം SC/ST ഫെഡറേഷൻ ഉണ്ടാക്കുന്നു. 45-ന് ശേഷം അവസാനത്തെ ബ്രിട്ടൻ്റെ ഇടക്കാല ഗവൺമെൻറ്റിൽ മന്ത്രിയായി പ്രവർത്തിക്കുന്നു. 46 മുതൽ 49 വരെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി തീരുന്നു. 50-ന് ശേഷം ആദ്യത്തെ നിയമകാര്യ മന്ത്രിയായി, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രിയായി പ്രവർത്തിക്കുന്നു. ഏറ്റവും ഒടുവിൽ ബുദ്ധമതത്തിലേക്ക് നീങ്ങുന്നു. ഇതെല്ലാം ഒരാൾ ചെയ്യുന്നതാണ്. ജീവിതത്തോടുള്ള മുഖാമുഖങ്ങളാണ്, ജീവിതത്തോടുള്ള അഭിമുഖീകരണങ്ങളാണ്. 20-ൽ പറഞ്ഞത് തന്നെ 50-ലും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിലേക്ക് കൊണ്ടുവന്ന ഒരാശയമാണ് ഫ്രറ്റേണിറ്റി എന്നത്. അത് ഫ്രഞ്ച് വിപ്ലവം രൂപപ്പെടുത്തിയ വലിയ ആശയങ്ങളിലൊന്നാണ്. ഭരണഘടനയുടെ പ്രിയാമ്പിളിൻ്റെ കരട് രൂപം നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ്സിൽ ഉണ്ടായിരുന്നെങ്കിലും അതിനെ രൂപാന്തരപ്പെടുത്തി സാഹോദര്യം എന്ന ആശയത്തെ കൂടി അതിൻ്റെ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് അതിൻ്റെ അന്തിമ രൂപം അവതരിപ്പിക്കുന്നത് അംബേദ്കറാണ്. ഈ പ്രിയാമ്പിളിനെ കുറിച്ചും സാഹോദര്യം എന്ന ആശയത്തെക്കുറിച്ചും തൻ്റെ മരണത്തിന് ഏതാണ്ട് ഒരാഴ്ച മുമ്പ്
BBC നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ അംബേദ്കർ പറഞ്ഞത്, ഐ ആം ബോറോയിങ് ദിസ് കൺസെപ്റ്റ് ഓഫ് ഫ്രറ്റേണിറ്റി നോട്ട് ഫ്രം ദ ഫ്രഞ്ച് റവല്യൂഷൻ ബട്ട് ഫ്രം മൈ ലോർഡ് ബുദ്ധ എന്നാണ്. ഞാൻ ഈ സങ്കല്പം സ്വീകരിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നല്ല, മറിച്ച് എൻ്റെ ഗുരുവിൽ നിന്നാണ്, എൻ്റെ നാഥനിൽ നിന്നാണ്, ബുദ്ധനിൽ നിന്നാണ് എന്നാണ്. ഇതിൻ്റെ അർത്ഥം അദ്ദേഹം ഈ ആശയത്തെ, ഇത് ബുദ്ധൻ പറഞ്ഞു എന്നുള്ളതല്ല, മറിച്ച് ബൗദ്ധമായ ഒരു ചരിത്രാനുഭവത്തെ സാഹോദര്യം എന്ന ആധുനിക മൂല്യവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ ബ്രാഹ്മണ്യത്തിൻ്റെ സഹസ്രാബ്ദങ്ങൾ നീളുന്ന സാംസ്കാരിക ബലത്തെ പ്രതിരോധിക്കാനുള്ള ഒരു എതിർബലത്തെ രൂപപ്പെടുത്താൻ ബുദ്ധമതത്തിൻ്റെ ആധുനികമായ ഒരു പുനഃസംഘാടനം അദ്ദേഹം ലക്ഷ്യം വയ്ക്കുകയും ആ പുനഃസംഘാടനത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ആധുനികതയുടെ ഹൃദയം എന്ന് വിളിക്കാവുന്ന ഈ സാഹോദര്യം എന്ന മൂല്യത്തെ ബൗദ്ധമായ ഒരാശയമായി അദ്ദേഹം കൂട്ടിയിണക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ചരിത്രത്തിൽ മനുഷ്യർ ഇടപെടുന്നത്. ഇത് അംബേദ്കർ മാത്രം ചെയ്യുന്നതല്ല. ഗാന്ധി ഭഗവത്ഗീതയിൽ അഹിംസ കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്. അത് ഗീതയിൽ അഹിംസ ഉണ്ടായതുകൊണ്ടൊന്നുമല്ല, മറിച്ച് ഗീതയിൽ അഹിംസ ഉണ്ട് എന്ന് ഒരാൾ ഉറപ്പിച്ചു പറയുന്നു. അഹിംസയാണ് ഗീത എന്ന് പറയുന്നു, അല്ലാത്തതെല്ലാം ഗീതയിലുള്ളത് അബദ്ധങ്ങളാണെന്ന് പറയുന്നു. അത് ഗീതയിൽ അതുണ്ടോന്നല്ല, ഗീതയെ അദ്ദേഹം മറ്റൊരു വഴിയിൽ ആലോചിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്ന അടിസ്ഥാനപരമായ ചില ആശയരൂപങ്ങളെ, അവയുടെ ഭൗതികമായ ബലങ്ങളെ സാമൂഹികമായ ഇടപെടലുകൾക്കുള്ള ഒരു ഉപകരണമാക്കാൻ പറ്റുമോ എന്നാലോചിക്കുന്ന മനുഷ്യർ അവയോട് പലതരത്തിൽ സംവദിക്കാൻ ശ്രമിക്കുന്നു. അല്ലാതെ മാറി നിൽക്കുന്ന സൈദ്ധാന്തിക വിചാരങ്ങൾക്ക് വാസ്തവത്തിൽ ചരിത്രത്തിൽ ഇടപെടാനായിട്ട് കാര്യമായ ബലമൊന്നും കൈവരില്ല. ഇതാണ് കേസരി ബാലകൃഷ്ണപിള്ള പറഞ്ഞത്. പള്ളത്ത് രാമൻ രാവണായനം എഴുതിക്കൊണ്ട് സാധിക്കുന്ന വിപ്ലവത്തിൻ്റെ പല മടങ്ങ് വിപ്ലവം രാമായണം വീണ്ടും എഴുതിക്കൊണ്ട് കുമാരനാശാൻ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യം മിസ്റ്റർ പള്ളത്ത് രാമൻ ഓർക്കേണ്ടതാണ്. ഇതാണ് അവർണ കവികൾ പിന്തുടരേണ്ട മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തിന് ഇതിഹാസങ്ങളെക്കുറിച്ച് ആലോചിക്കണം, എന്തിന് ഈ പാരമ്പര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്ന ചോദ്യത്തിലേക്ക് നാം കടന്നാൽ നിശ്ചയമായും ഈ ചരിത്രമുണ്ടാക്കുന്ന ഈ സംഘർഷങ്ങൾ കൊണ്ട് എന്നാണ് അതിൻ്റെ ഉത്തരം, അതിൻ്റെ ഭൗതികത കൊണ്ട് എന്നാണ് അതിൻ്റെ ഉത്തരം. ശ്രീധരൻ ഈ ഗ്രന്ഥത്തിലും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, വാസ്തവത്തിൽ ഇതിഹാസങ്ങൾ എന്ന് പറയുന്ന ഈ രൂപങ്ങൾ രാമായണ മഹാഭാരതങ്ങൾ ഇതിഹാസങ്ങളാണ് എന്ന് പൊതുവെ പറയപ്പെടാറുണ്ടെങ്കിലും രാമായണം കൂടുതൽ ആദികാവ്യമാണ്, ഇതിഹാസമായി നിലനിൽക്കുന്നത് മഹാഭാരതമാണ് എന്നും നമുക്ക് അറിയാം. കാരണം രാമായണം താരതമ്യേന ആദർശാത്മകമായ ഒരു ജീവിത ചിത്രത്തെ വരയ്ക്കാൻ ശ്രമിക്കുന്നു, മഹാഭാരതം പ്രശ്നസങ്കുലമായ ഒരു ജീവിതത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ വ്യത്യാസം രാമായണ മഹാഭാരതങ്ങൾക്കിടയിൽ പ്രാഥമികമായിട്ടുണ്ട്. ഇതിഹാസം എന്ന രൂപത്തെക്കുറിച്ച് ഒരുപക്ഷെ രൂപപരമായ ഏറ്റവും വലിയ ആലോചനകൾ നടത്തിയ ചിലർ ഇന്ത്യയിലെ പ്രാചീനകാല ചരിത്രത്തിൽ ഇടപെട്ടവരാണ്. പ്രൗമില ഥാപ്പറെ പോലുള്ളവർ, R.S. ശർമ്മയെ പോലുള്ളവർ, വെൻഡി ഡോണിഗറെ പോലുള്ളവരൊക്കെ ഈ ഇതിഹാസം എന്ന് പറയുന്ന രൂപത്തിൻ്റെ സവിശേഷത എന്താണ് എന്ന് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രൗമില ഥാപ്പർ അതേക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, മഗധ ക്രിസ്തുവർഷാരംഭത്തിന് മുമ്പ് ഏതാണ്ട് BC 8-ാം നൂറ്റാണ്ടോടെയോ 7-ാം നൂറ്റാണ്ടോടെയോ പഴയ മഹാജനപദങ്ങളിൽ 16 മഹാജനപദങ്ങളിൽ നിന്ന് മഗധ എന്ന ഒരു മഹാജനപദം ഒരു കേന്ദ്ര രാഷ്ട്രമായി ഒരു പുതിയ രാഷ്ട്രരൂപം ആർജിക്കുന്ന സവിശേഷ സന്ദർഭമായിരിക്കാം ഇതിഹാസങ്ങളെ ആവശ്യമാക്കി തീർത്തത് എന്ന് അവർ നിരീക്ഷിക്കുന്നുണ്ട്. വളരെ കൗതുകമുള്ളൊരു നിരീക്ഷണമാണ്. മഹാരാജ്യങ്ങൾ ഉദയം ചെയ്യുന്ന സന്ദർഭമാണ് ഇതിഹാസത്തെ ആവശ്യമാക്കി തീർത്തത്. ഭൂതകാലത്തെ രേഖപ്പെടുത്താൻ ഇന്ത്യ ജന്മം നൽകിയ പല സവിശേഷ ജനുസ്സുകൾ അതിനു മുമ്പുണ്ട്. ഏറ്റവും പ്രാചീന രൂപം ഗാഥകളാണ്. ഋഗ്വേദത്തിലും മറ്റും കാണുന്ന വലിയ പോരാളികളെ വാഴ്ത്തിപ്പാടുന്ന ഗാഥകൾ, അവരുടെ കൈക്കരുത്തിനെയും മെയ്ക്കരുത്തിനെയും അവരുടെ വീരസാഹസങ്ങളെയും സ്നേഹസാഹസങ്ങളെയും പ്രണയസാഹസങ്ങളെയും ഒക്കെ വാഴ്ത്തിപ്പാടുന്ന മട്ടിൽ പല നാടുകളിൽ പ്രചരിച്ച ഈ വ്യക്തിഗതമായ ആലാപന രൂപങ്ങൾ, അത്തരത്തിലുള്ള ഗാഥകൾ പ്രാചീന ഘട്ടത്തിൽ തന്നെ വരുന്നു. അടുത്തൊരു പടവിൽ നമ്മൾ കാണുന്ന ഒരു പ്രദേശത്തെ അധികാരത്തെ താരതമ്യേന വിശദമായി പ്രതിപാദിക്കാൻ ശ്രമിക്കുന്ന ചരിതങ്ങളാണ്. ഹർഷചരിതങ്ങളോ അല്ലെങ്കിൽ
അതുപോലുള്ള ചരിതരൂപങ്ങൾ, അതിൻ്റെ പ്രാഗ്രൂപങ്ങൾ നമ്മൾ കാണുന്നു. മൂന്നാമതൊരു ജനുസ് വംശാവലികളാണ്. ഇപ്പം നിലവിലുള്ള ഒരു രാജാവിനെ പുറകോട്ട് കൊണ്ടുപോയി ആ രാജാവിൻ്റെ പ്രഭവത്തെ സൂര്യവംശത്തിലോ ചന്ദ്രവംശത്തിലോ കൊണ്ടുചെന്ന് ഘടിപ്പിച്ച് ഇന്ന് നിലനിൽക്കുന്ന രാജാധികാരത്തിന് വംശാവലിയുടെ ഒരു വലിയ ബലം നൽകി അതിനെ ആധികാരികമാക്കുന്ന തരം ജനുസുകളാണ് വംശാവലികൾ. നമുക്കും കേരളത്തിലും അങ്ങനെ ഒന്നുണ്ട്, മൂഷകവംശം, അതുലൻ്റെ മൂഷകവംശം. ഇന്ത്യയിൽ തന്നെ പ്രസിദ്ധമായ രാജതരംഗിണിക്കും ഒരു നൂറ്റാണ്ട് മുമ്പേ മൂഷകവംശം കേരളത്തിൽ എഴുതപ്പെട്ടു എന്ന സവിശേഷതയും അതിലുണ്ട്. ഈ രൂപങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, അല്ലെങ്കിൽ വലിയ നായകന്മാരെ സ്തുതിച്ചു പാടുന്ന നാരശംസികൾ, ഇങ്ങനെ നാരശംസികളുടെയും ചരിതങ്ങളുടെയും വംശാവലികളുടെയും ഗാഥകളുടെയും ഒക്കെ രൂപങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ജനുസാണ് ഈ ഇതിഹാസങ്ങൾ എന്ന് അവർ പറയുന്നുണ്ട്. ഇതിഹാസം എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ പ്രസിദ്ധമാണ്. ദസ് ഇറ്റ് ഹാപ്പൻ, ഇതിപ്രകാരം സംഭവിച്ചു എന്ന സാമാന്യമായ ഒരു ഭൂതകാല വിവരണത്തിൻ്റെ രൂപമാണ് ആ വാക്കിനുള്ളത്. ഇതിപ്രകാരം സംഭവിച്ചു. അതുകൊണ്ട് ഇന്ത്യൻ ഭാഷകളിൽ, മിക്കവാറും ഭാഷകളിൽ ചരിത്രം എന്നതിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഇതിഹാസം എന്ന കാര്യം കൂടി നാം ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ ഭൂതകാലത്തെ രേഖപ്പെടുത്താൻ അതുവരെ ഉണ്ടായിരുന്ന രൂപാവലികൾ, ജനുസുകൾ അപര്യാപ്തമാണ് എന്ന് വരുന്നൊരു ഘട്ടത്തിൽ ആ ഭൂതകാലത്തെ കുറെ കൂടി സൂക്ഷ്മമായി നോക്കാനുള്ള മറ്റൊരു പരിശ്രമമായിട്ടാണ് ഇതിഹാസങ്ങൾ ജനിക്കുന്നത്. അതുകൊണ്ട് ഇതിഹാസം ഒരു ട്രാൻസിഷൻ ഫേസിൻ്റെ ജനുസാണ് എന്നാണ് ധാപ്പറൊക്കെ പറയുക. ഒരു പരിവർത്തന ദശയുടെ, ഒരു സംക്രമണ ഘട്ടത്തിൻ്റെ ജനുസാണ് ചരിത്രബോധത്തിൽ ഇതിഹാസം വരുന്നത്. അതിനെ അവർ വിശേഷിപ്പിക്കുന്നത് ഇതിഹാസത്തെക്കുറിച്ചുള്ള ഉപനിഷത്തുകളിലും മറ്റ് പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന ഒരു വിവരണത്തെയാണ് ഇതിഹാസം പുരാതനം. ഇത് വളരെ പ്രസിദ്ധമായൊരു വിശദീകരണമാണ്. ഇതിഹാസം പുതിയതല്ല, പ്രാചീനമാണ്. താപ്പർ ചോദിക്കുന്നുണ്ട്, ഏത് പുരാതന ദശയെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്? അവർ ലളിതമായി പറയുന്നത് കുലഗോത്ര പാരമ്പര്യത്തിൽ നിന്ന് വർണ്ണധർമ്മത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഒരു സംക്രമണ ഘട്ടത്തിൽ കൈക്കരുത്തുകൊണ്ടും പോർക്കരുത്തുകൊണ്ടും നാടുവാണ മഹാരഥികളായ പോരാളികളെക്കുറിച്ചും അവരുടെ കാലത്തെക്കുറിച്ചുമുള്ള ആദർശാത്മകമായ ഭൂതകാല ബോധങ്ങൾ വർത്തമാനത്തിൻ്റെ ഈ തട്ടുതിരിഞ്ഞ സാമൂഹ്യ ഘടനയ്ക്കെതിരെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അങ്ങനെ സമകാലത്തിൻ്റെ ദൗർബല്യങ്ങളെ, സമകാലത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെ ഭൂതകാലത്തിൻ്റെ ആദർശ ചിത്രങ്ങൾ കൊണ്ട് പരിഹരിക്കാനുള്ള ശ്രമം കൂടിയായിട്ടാണ് ഇതിഹാസം പുരാതനം എന്ന സങ്കല്പം വരുന്നത്. ഒരു പ്രാചീനതയുടെ മുദ്ര പതിഞ്ഞ, ആ പ്രാചീനത പതിഞ്ഞു കിടക്കുന്ന ഒരു സംക്രമണ ദശയെ ആന്തരികമായി ഉൾക്കൊള്ളുന്ന ഒരു ജനുസാണ് ഇതിഹാസം എന്നവർ പറയുന്നുണ്ട്. ഇങ്ങനെ ഈ സംക്രമണ ദശയാണ് ഒരർത്ഥത്തിൽ വൈദികാധിപത്യത്തിലേക്ക്, ബ്രാഹ്മണ്യത്തിൻ്റെ സംസ്ഥാപനത്തിലേക്ക് എത്തിച്ചേരുന്നതും. ആ സംക്രമണത്തിൻ്റെ പിന്നാമ്പുറത്താണ് ഈ മഗധ പോലുള്ള ഒരു വിപുല രാഷ്ട്ര വ്യവഹാരം ക്രിസ്തുവിന് മുമ്പ് 8-ാം നൂറ്റാണ്ടിലോ 7-ാം നൂറ്റാണ്ടിലോ ഒക്കെ പ്രബലമാകാൻ തുടങ്ങുന്നത്. ഇങ്ങനെ പ്രാദേശികമായ കുലഗോത്ര പാരമ്പര്യങ്ങളിൽ നിന്ന് വിപുലമായ ഭൂപ്രദേശത്തെയും ആ ഭൂപ്രദേശത്തെ ആകെ ഉൾക്കൊള്ളുന്ന അധികാര ബന്ധങ്ങളെയും അതിലെ ചെറുതും വലുതുമായ സാമൂഹ്യ സംഘാടന രീതികളെയും ആശയാവലികളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന പുതിയ ഒരു സാമൂഹ്യ ഭരണ സംവിധാനം രൂപപ്പെട്ടു വരുന്ന സമയത്ത് ആ സ്ഥാനത്ത് നിന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരു ജനതയുടെ ഭാവനാബന്ധങ്ങളാണ് ഇതിഹാസങ്ങളായി തീരുന്നത്. അതുകൊണ്ട് ഇതിഹാസം എന്ന രൂപം ഭൂതകാലത്തിൻ്റെ നേർക്കുനേരെയുള്ള രേഖപ്പെടുത്തലല്ല, മറിച്ച് അക്കാലം വരെയുള്ള സമൂഹ ഘടനയിൽ ഭൂതകാലത്തെ രേഖപ്പെടുത്താൻ, മനസ്സിലാക്കാൻ, വിശദീകരിക്കാൻ ആശ്രയിച്ചിരുന്ന സങ്കല്പനോപാധികൾ മതിയാകാതെ വന്നിരിക്കുന്നു. അങ്ങനെ മതിയാകാതെ വന്ന ഘട്ടത്തിൽ പുതിയ ഒരു ഭാവനാക്രമത്തെ, ഭൂതത്തിലേക്കുള്ള ഭാവനാക്രമത്തെ ഒരു ജനസമൂഹം കണ്ടെത്തിയതാണ് ഇതിഹാസ രൂപമായി തീർന്നത് എന്നാണ് ഇതിഹാസം പുരാതനം എന്ന സങ്കല്പത്തെ, ആശയത്തെ മുൻനിർത്തി അവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രൂപവും അത് ചരിത്രനിരപേക്ഷമായ കേവല രൂപങ്ങൾ അല്ല. ഒരു രൂപവും രൂപമാത്രമായി നിലനിൽക്കുന്നില്ല. ആ രൂപത്തിൽ
സാമൂഹ്യ ചരിത്രം ഘനീഭൂതമായിരിക്കുന്നു. നോവല് എന്ന് പറയുന്നത് 18-19 നൂറ്റാണ്ടുകളിൽ വികസിച്ചു വന്ന മധ്യവർഗത്തിൻ്റെ, മുതലാളിത്തത്തോടും വ്യാവസായികതയോടും ഒപ്പം വികസിച്ചു വന്ന മധ്യവർഗത്തിൻ്റെ ഭാവനാബന്ധങ്ങളാണ് നോവലുകളായി തീർന്നത് എന്ന് പറയുന്നത് പോലെ ഓരോ വ്യക്തിയും അനന്യപ്രകാരമുള്ള യുണീക്കായ ഒരു ജീവിതസ്ഥാനമാണെന്നും അതുകൊണ്ട് ഓരോ മനുഷ്യനിലും ഓരോ സവിശേഷ ജീവിത മൂല്യമുണ്ട് എന്ന പുതിയ ബോധ്യം ആധുനികതയോടൊപ്പം നിലവിൽ വന്നപ്പോഴാണ് ജീവചരിത്രങ്ങളും ആത്മകഥകളും ഉണ്ടായി വന്നതെന്നും ഓരോ മനുഷ്യനും അനന്യ വ്യക്തിയായതുകൊണ്ട് അയാളുടെ ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ മുഹൂർത്തങ്ങളും അയാളുടെ ഓരോ ചെറിയ ഭാവ പരിണാമങ്ങളും വിലപിടിച്ചതാണ് എന്നൊരു സമൂഹം കരുതുമ്പോഴാണ് വളരെ ഫ്രജൈലായ, പേലവമെന്ന് പറയാവുന്ന, തൊട്ടാൽ പൊടിഞ്ഞു പോകാവുന്ന അത്രയും മൃദുവായ, അത്രയും ക്ഷണികമായ അനുഭവ ലോകങ്ങളെ പ്രകാശിപ്പിക്കാൻ പോന്ന സാഹിത്യരൂപങ്ങൾ ആവശ്യമായി തീർന്നത്. അതുകൊണ്ടാണ് ലിറിക്കുകൾ, ഭാവഗാനങ്ങൾ എന്ന് പറയുന്നത് ആധുനിക കാലത്തെ പ്രധാന ജനുസുകളായി തീർന്നത്. ഒരു രൂപവും രൂപമാത്രമല്ല, എല്ലാ രൂപങ്ങളും ചരിത്രബന്ധങ്ങളാണ്. മനുഷ്യാനുഭവത്തിൻ്റെ ഘനീഭൂത സ്ഥാനങ്ങളാണ് എല്ലാ രൂപങ്ങളും. ഈ രൂപസങ്കല്പത്തിൽ, അതായത് രൂപത്തെ നിങ്ങളുടെ ആശയം കോരി നിറയ്ക്കുന്ന ഒരു പാത്രമായി കാണാതെ രൂപത്തെ മനുഷ്യാനുഭവത്തിൻ്റെ ഒരു ഘനീഭൂത സ്ഥാനം എന്ന നിലയ്ക്ക് മനസ്സിലാക്കിയാൽ ഇതിഹാസം എന്നത് വൈദികാധികാരത്തിലേക്ക് പരിണമിച്ചെത്തുന്ന, കുലഗോത്ര പാരമ്പര്യത്തിൽ നിന്ന് വർണ്ണധർമ്മത്തിലേക്ക് പരിണമിച്ചെത്തുന്ന, അതുവഴി വിപുലമായ ഒരു രാജാധികാരത്തിൻ്റെ പുതിയ ഘടന വികസിച്ചു വരുന്ന ഒരു സമൂഹം, അതിൻ്റെ തന്നെ ഭൂതകാലത്തിലേക്ക് ഒട്ടൊക്കെ ഗൃഹാതുരതയോടെ തിരിഞ്ഞു നോക്കാൻ നടത്തുന്ന ശ്രമമാണ് ഇതിഹാസത്തിൻ്റെ അടിപ്പടവായി തീർന്നത് എന്ന് താപ്പർ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിഹാസം എന്ന് പറയുന്നത് അത് ഇതിപ്രകാരം സംഭവിച്ചു എന്നതിൻ്റെ അർത്ഥം അതിലെല്ലാം ചരിത്രമാണ് എന്നല്ല, വസ്തുതയാണ് എന്നല്ല. അത്ര തന്നെ അതിലെ അർത്ഥം അത് മുഴുവൻ കെട്ടുകഥകളാണ് എന്നും അല്ല. മനുഷ്യരുടെ ഭാവന എല്ലായ്പ്പോഴും കെട്ടുകഥകളിലേക്ക് നീങ്ങും. ഒപ്പം തന്നെ ആ കെട്ടുകഥകളൊക്കെ തങ്ങളുടെ ചുറ്റുമുള്ള ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത നാനാതരം മുദ്രകൾ കൊണ്ട് അവർ കെട്ടിയുണ്ടാക്കുന്നതാണ് എന്ന കാര്യവും നാം ഓർക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഭാവനയിലെ ഐതിഹ്യാത്മകമായ, കേവല ഭാവനാത്മകമായ ഘടകങ്ങളും ചരിത്രത്തിൽ നിന്ന് തന്നെ പുറപ്പെട്ടവയാണ്. ഒരു വാക്ക് നിങ്ങൾ കവിതയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ആ വാക്ക് ചരിത്രത്തിൻ്റെ ഏതോ ഒരു പടവിൽ ജനിച്ച് എത്രയോ പടവുകളിലൂടെ സഞ്ചരിച്ച് അർത്ഥത്തിൻ്റെയും അനുഭവത്തിൻ്റെയും എത്രയെത്രയോ ലോകങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മുടെ കയ്യിലൊരു വാക്കായി വരുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളൊരു വാക്ക് വെറും വാക്കല്ല, നമ്മുടെ കയ്യിലുള്ള വാക്ക് മനുഷ്യാനുഭവത്തിൻ്റെ ഒരു സംഘനനമാണ്, അതിൻ്റെ ഘനീഭൂത സ്ഥാനമാണ്. ആ വാക്കിലേക്ക് നോക്കിയാൽ, അതുകൊണ്ടാണ് റെയ്മണ്ട് വില്യംസിനെ പോലൊരാൾ സാമൂഹ്യ ചരിത്രം എഴുതാനായിട്ട് അപ്പാടെ ചരിത്രം എഴുതണ്ട, ആ വാക്കിൻ്റെ ചരിത്രം എഴുതിയാൽ മതി എന്ന് കരുതുകയും കീവേഡ്സ് എന്നൊരു പുസ്തകം എഴുതിക്കൊണ്ട് സംസ്കാര ചരിത്രം എന്ന ശാഖയുടെ ആദ്യത്തെ മഹാഗ്രന്ഥങ്ങളിലൊന്ന് രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് എറിക് ഹോബ്സ്ബോവിനെ പോലൊരാൾ അദ്ദേഹത്തിൻ്റെ ഏജ് ഓഫ് റവല്യൂഷൻ തുടങ്ങുമ്പോൾ പറയുന്ന ഒരാശയം, ഒരു പുതിയ യുഗം പിറന്നിരിക്കുന്നു എന്നതിൻ്റെ അടയാളം പുതിയ വാക്ക് വന്നിരിക്കുന്നു എന്നതാണ്. ഒരു പുതിയ യുഗം പിറക്കുന്നുണ്ടെങ്കിൽ സംശയരഹിതമായി പുതിയ വാക്ക് വരും. 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ ദശകങ്ങളിലും ക്ലാസ് എന്ന വാക്ക് സാമൂഹ്യ വിഭാഗങ്ങളെ സൂചിപ്പിക്കാനായി പൊതുവെ ഉപയോഗിച്ചിരുന്നില്ല. തൊഴിലാളി വർഗ രാഷ്ട്രീയം വികസിച്ചു വന്ന ഘട്ടത്തിലാണ് ക്ലാസ് എന്ന വാക്ക്, വർക്കിംഗ് ക്ലാസ് എന്ന വാക്ക് പ്രധാനമായി തീരുകയും ആ വാക്കുപയോഗിച്ച് സാമൂഹിക ആശയങ്ങളെ വിശദീകരിക്കാമെന്ന നിലപാട് ഒരു രാഷ്ട്രീയ വിഭാഗം എടുക്കുകയും ചെയ്യുന്നത്. വലതുപക്ഷ രാഷ്ട്രീയ നിലപാടുകളുള്ളവർ അന്ന് കഴിയുന്നത്ര ഈ വാക്ക് ഉപയോഗിക്കാതിരിക്കുകയും ക്ലാസ് എന്ന വാക്കിന് പകരം റാങ്ക് എന്നും അല്ലെങ്കിൽ എസ്റ്റേറ്റ് എന്നും ഒക്കെയുള്ള തരംതിരിവുകളുടെ, തട്ടുതിരിവുകളുടെ പദാവലികൾ ഉപയോഗിക്കുകയും ചെയ്തു. റെയ്മണ്ട് വില്യംസ് അതേക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, ഒരു സാമൂഹ്യ വിഭാഗം സ്വന്തം ആത്മബോധത്തിൻ്റെ ബലത്തിൽ തങ്ങൾ ആർജിച്ച ആത്മബോധത്തെ മുൻനിർത്തി തങ്ങളെ തന്നെ വിശേഷിപ്പിക്കാൻ ഏറ്റവും ആദ്യം ഉപയോഗിച്ച വാക്ക് വർക്കിംഗ് ക്ലാസ് എന്നതാണ്. അതുകൊണ്ട് ഈ വർക്കിംഗ് ക്ലാസ് എന്നുള്ളത് ഒരു വിവരണമല്ല, ഒരു വസ്തുതയല്ല. ആ വിവരണത്തിനും വസ്തുതയ്ക്കും പിന്നിൽ
പുതിയ ആത്മബോധത്തിൻ്റെ പുതിയൊരു സാമൂഹിക സ്വത്വത്തിൻ്റെ മുദ്ര പതിഞ്ഞു കിടപ്പുണ്ട്. അത് 18-ാം നൂറ്റാണ്ടൊടുവിലും 19-ാം നൂറ്റാണ്ടിലുമായിട്ട് അലയടിച്ചുയരുന്ന വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഇരകളായി തീർന്ന മനുഷ്യർ തങ്ങളുടെ അനുഭവ സ്ഥാനങ്ങളിൽ നിന്ന് തങ്ങളെ തന്നെ പുതുതായി നിർവചിച്ചുണ്ടാക്കിയ വാക്കുകൂടിയാണ് വർക്കിംഗ് ക്ലാസ് എന്നത്. അല്ലാതെ ഡിക്ഷണറിയിൽ കാണുന്ന തൊഴിലാളികൾ, അധ്വാനിക്കുന്നവർ വിഭാഗങ്ങൾ എന്ന സാമാന്യ അർത്ഥമല്ല. അതിലൊരാത്മബോധം അലയടിക്കുന്നു. ഈ ആത്മബോധമാകട്ടെ ചരിത്രത്തിൽ വേറുള്ള ഒന്നാണ്. ഇങ്ങനെ ഏത് വാക്കും, ഏത് രൂപവും, ഏത് ആശയാവലിയും, ഏതനുഭൂതിയും ചരിത്രത്തിൽ വേരുപിടിച്ച് കിടക്കുന്നു. ഈ അനുഭൂതിയെ, ആശയാവലിയെ, വാക്കിനെ സാമൂഹിക ബന്ധങ്ങളായി മനസ്സിലാക്കാൻ കഴിയുമോ എന്നതാണ് വാസ്തവത്തിൽ സാമൂഹിക ജാഗ്രതയുള്ള അന്വേഷകർക്ക് ചെയ്യാനുള്ളത്. അത്തരമൊരു അന്വേഷണമാണ് വാസ്തവത്തിൽ ശ്രീചിത്രൻ ഈ പുസ്തകത്തിൽ ചെയ്യുന്നത്. എവിടെയാണിത് പുറപ്പെട്ടത്? ഏതേത് പ്രകാരങ്ങളിലും രൂപങ്ങളിലുമാണ് ഇത് ജീവിച്ചത്? എങ്ങനെയൊക്കെയാണ് സഞ്ചരിച്ചത്? എന്തൊക്കെ ഫലങ്ങളാണ് ഇത് ഉളവാക്കിയത്? ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതോടെ ഇതിഹാസം എന്ന് പറയുന്നത് ഒരു പാഠമല്ല, മറിച്ചൊരു വിപുല വ്യവഹാരമാണ് എന്ന് വരും. ഇന്ത്യയിൽ മഹാഭാരതത്തിന് ആദ്യത്തെ സമ്പൂർണ്ണ വിവർത്തനം ഉണ്ടായത് പേർഷ്യൻ ഭാഷയിലാണ്. അക്ബറുടെ കൊട്ടാരത്തിൽ റസംനാമ എന്ന പേരിൽ അക്ബറുടെ നേതൃത്വത്തിൽ പേർഷ്യൻ പണ്ഡിതന്മാരും ഹിന്ദി ഭാഷക്കാരും സംസ്കൃത പണ്ഡിതന്മാരും ഒരുമിച്ചിരുന്നാണ് മഹാഭാരതത്തിൻ്റെ പൂർണ്ണ വിവർത്തനം തയ്യാറാക്കിയത്. ഇന്നിതാരും ഓർക്കാറില്ല. മഹാഭാരതത്തിൻ്റെ ആദ്യ പൂർണ്ണ വിവർത്തനം പേർഷ്യൻ ഭാഷയിലായിരുന്നു എന്നും അത് തയ്യാറാക്കിയത് മുഗൾ ചക്രവർത്തിയായ അക്ബർ ആയിരുന്നു എന്നും ഇന്ത്യയിലെ ഉപനിഷത്തുകൾക്ക് സമ്പൂർണ്ണ വിവർത്തനം ആദ്യം തയ്യാറാക്കിയത് ദാരാ ഷുക്കോവിൻ്റെ നേതൃത്വത്തിലാണെന്നും അയാൾ ഷാജഹാന്റെ മകനാണ് എന്നും അങ്ങനെ സംസ്കൃത വിജ്ഞാനം ഇന്ത്യക്ക് പുറത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയത് മുഗൾ ചക്രവർത്തിമാരുടെ വലിയ പരിശ്രമങ്ങളിലൂടെയാണ് എന്നും നാം ഇപ്പോൾ പൊതുവിൽ ഓർമ്മിക്കാറില്ല. ആ ഓർമ്മ പക്ഷെ വളരെ പ്രധാനമാണ്. കാരണം ആ ഓർമ്മയുടെ പേരാണ് ഇന്ത്യ എന്ന ആശയം. ഇന്ത്യ ആസ് ആൻ ഐഡിയ. ആധുനിക ഇന്ത്യ, ഭരണഘടനയിൽ തെളിയുന്ന ഇന്ത്യ ഈ ഓർമ്മയാണ്. അതുകൊണ്ടാണ് ഭരണഘടനയുടെ 15-ാം അധ്യായത്തിൻ്റെ മുകളിൽ നന്ദലാൽ ബോസ് വരച്ചു ചേർത്തുള്ള ചിത്രം അക്ബറുടേതാണ്. ഭരണഘടനയുടെ 18-ാം അധ്യായത്തിൻ്റെ മുകളിൽ നന്ദലാൽ ബോസ് വരച്ചു ചേർത്തിട്ടുള്ള ചിത്രം ടിപ്പു സുൽത്താൻ്റേതാണ്. ഝാൻസി റാണിയുടെ ചിത്രം ഇടത്തും ടിപ്പു സുൽത്താൻ്റെ ചിത്രം വലത്തുമായി 18-ാം അധ്യായത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് 2 ചിത്രങ്ങൾ കാണാം. ഇതൊന്നും യാദൃച്ഛികമായിട്ട് വരുന്നതല്ല. ഈ രാജ്യം എന്താണ്, ഇതിൻ്റെ പാരമ്പര്യം എന്താണ്, ഇതിൻ്റെ ജനത എന്താണ്, ഈ രാജ്യത്തെക്കുറിച്ചുള്ള ഈ ഭരണഘടനയുടെ സങ്കല്പം എന്താണ് എന്നതിൻ്റെ ഉത്തരം കൂടിയാണ് ആ ചിത്രങ്ങൾ. അത് തുടങ്ങുന്നത് അശോക സ്തംഭത്തിൽ നിന്നാണ്. അത് വേദകാല സന്യാസത്തിൻ്റെ സൂചനകളെ അടുത്ത അധ്യായങ്ങളിൽ വഹിക്കുന്നുണ്ട്. പടിപടിയായി നമ്മുടെ ചരിത്രത്തിൻ്റെ ഈ പ്രവാഹഗതിയെ ചിത്രരൂപത്തിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് നന്ദലാൽ ബോസും അദ്ദേഹത്തിൻ്റെ ശാന്തിനികേതനിലെ വിദ്യാർത്ഥികളും ഭരണഘടന വരച്ചു പൂർത്തിയാക്കിയത്. എഴുതി പൂർത്തിയാക്കിയത് പ്രേം ബഹാരി നാരായൺ റൈസാദ എന്നു പേരായ ഒരു കാലിഗ്രാഫിസ്റ്റാണ്. 1,30,000-ഓളം വാക്കുകളുള്ള ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടനയായി ഇന്ത്യൻ ഭരണഘടന മാറിത്തീരുന്നതിൻ്റെ കാരണം തന്നെ അത് ഇത്രമേൽ വൈവിധ്യം നിറഞ്ഞതാണ്, വിശദാംശങ്ങൾ കൊണ്ട് പൂരിപ്പിക്കപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ ഭരണഘടനയുടെ ആത്യന്തിക ലക്ഷ്യങ്ങൾ ഭരണനിർവഹണത്തിൽ പരാജയപ്പെട്ടേക്കും എന്ന ഭരണഘടനാ ശില്പികളുടെ കരുതൽ കൊണ്ടാണ്. ആ കരുതൽ കൊണ്ട് ഭരണഘടന വിജയിച്ചു എന്ന് നമുക്കിപ്പോൾ പറയാൻ വയ്യ. അംബേദ്കർ അന്ന് പ്രതീക്ഷിച്ച പ്രതിസന്ധി ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഭരണഘടന ഏറ്റവും മികവുറ്റതായാലും ഭരണനിർവഹണം ഭരണഘടനാ മൂല്യങ്ങൾക്കനുസൃതമല്ലെങ്കിൽ ഭരണഘടന കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഏതാണ്ട് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോഴത്തേത്. ഭരണഘടന മതേതരത്വം എന്ന് പറയുന്നു, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കൊല്ലേണ്ടതാണ് എന്ന് പരസ്യമായി പ്രസംഗിക്കുന്ന വലിയ വലിയ നേതാക്കൾ നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തുണ്ടാകുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി ഗാന്ധിജി നിലകൊള്ളുന്നു. ഗാന്ധിജിയെ വധിക്കുകയല്ലാതെ ഇന്ത്യയുടെ ഐക്യം നിലനിർത്താൻ ഒരു മാർഗവുമില്ലായിരുന്നു എന്ന് ഗോഡ്സെ കരുതിയത് ശരിയാണ് എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ വൈസ് ചാൻസലറായി മാറിത്തീരുന്നു. ഗാന്ധിജി കൊലപ്പെട്ട ദിവസം അത്
ഇന്ത്യയുടെ വിജയ ദിവസമായി തീരുകയും ഗോഡ്സെയെ തൂക്കിലേറ്റിയ ദിവസം ബലിദാന ദിവസമായി മാറുകയും ചെയ്യുന്നു. ഗാന്ധിയുടെ പ്രതിമയുണ്ടാക്കി അതിൽ നിറയൊഴിച്ച് അതിൽ നിന്ന് ചോര ഒഴുകുന്ന സമയത്ത് ആവേശപൂർവ്വം മുദ്രാവാക്യം വിളിക്കാൻ സന്നദ്ധരായ ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു നാടായി ഈ നാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമ്മുടെ പുതിയ യാഥാർത്ഥ്യം. അതുകൊണ്ട് വാസ്തവത്തിൽ ഇത് ഒരു സങ്കീർണമായ പ്രശ്നമാണ്. ചരിത്രത്തെ, അതിൻ്റെ ബലാബലങ്ങളെ, അതിൻ്റെ വ്യത്യസ്ത ധാരകളെ കൂട്ടിയിണക്കി ആധുനികമായ ഒരു ഇന്ത്യ എന്ന ആശയം രൂപപ്പെടുത്താൻ ഭരണഘടനയിലേക്ക് വരെ പരിണമിച്ചെത്തിയ ആ പ്രവാഹ ചരിത്രം നാം ഇന്ന് എവിടെ കാണുന്നു എന്ന ചോദ്യം, ഇന്നത് എവിടെ സ്തംഭിച്ചു നിൽക്കുന്നു എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. ആ ചോദ്യം ഉള്ളപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ ചോദ്യത്തിൻ്റെ മുന്നിലും ഭൂതകാലത്തെ ഏകമുഖമായി കാണാതിരിക്കാൻ, ഒരു പാരമ്പര്യവും അതുമാത്രമല്ല എന്ന് തിരിച്ചറിയാൻ, മഹാഭാരതമായിരിക്കെ തന്നെ അക്ബറുടെ കൊട്ടാരത്തിൽ അതിനൊരു ബദൽ ജീവിതം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ, അങ്ങനെ എ.കെ. രാമാനുജൻ പറയുന്നത് പോലെ ഒരു വലിയ നീർക്കയത്തിൽ നിന്ന് പലതായി പല കാലങ്ങളിലായി കോരിയെടുക്കപ്പെട്ട ജലമെന്ന പോലെ പല പ്രകാരങ്ങളിലാണ് ഈ പാഠങ്ങളൊക്കെ ജീവിക്കുന്നത്. ഏകപ്രകാരത്തിലല്ല, ഏകാർത്ഥത്തിലല്ല, ഏകധർമ്മത്തോടെയുമല്ല എന്ന് മനസ്സിലാക്കാൻ, അതുവഴി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനമായി വിഭാവനം ചെയ്യപ്പെട്ട ഈ വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും ലോകം ദാ ഈ പാഠത്തിലും സന്നിഹിതമായിരിക്കുന്നു, ഈ ഇതിഹാസ രൂപത്തിലും സന്നിഹിതമായിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് മാത്രമേ വാസ്തവത്തിൽ നമുക്ക് ഈ ബഹുത്വത്തിന് വേണ്ടിയുള്ള, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള, വൈവിധ്യത്തിന് വേണ്ടിയുള്ള സമരത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഭൂതകാല ചരിത്രത്തിലെ പ്രധാനപ്പെട്ട അടരുകളിലൊന്ന് ഈ രാജ്യത്തിൻ്റെ മതരാഷ്ട്രീയത്തിന് മാത്രം കൈവശാവകാശമുള്ള ഒന്നാണ് എന്ന വ്യാജത്തെ നാം വകവെച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വകവെച്ച് കൊടുക്കുന്നില്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് വാസ്തവത്തിൽ ചിത്രം നടത്തുന്നത്. ചരിത്രത്തിൽ വേറുള്ള ഒന്നാണ്. ഞാൻ ഇതിഹാസങ്ങളുടെ രൂപചരിത്രത്തെക്കുറിച്ച് വിപുലമായി ഇവിടെ സംസാരിക്കുന്നില്ല. ചില കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിച്ച് ഞാൻ ഈ അവതരണം അവസാനിപ്പിക്കാം. അതിലൊന്നാമത്തേത്, ഇതിഹാസങ്ങളെക്കുറിച്ച് ഉള്ള ചർച്ചയിൽ ഇന്ത്യയിലെ ചരിത്ര പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്ന അതിൻ്റെ രൂപപരമായ ചില സവിശേഷതകൾ. ഒന്ന്, അത് ഒരു ചെറിയ പ്രദേശത്തെ അല്ല, അതിവിപുലമായ ഭൂപ്രദേശങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ലോകബോധത്തിൻ്റെ അവതരണ സ്ഥാനമാണ് ഇതിഹാസം. പ്രാദേശിക സമൂഹങ്ങളല്ല, ഗ്രാമങ്ങളല്ല, അനവധി ഗ്രാമങ്ങൾ, അതുൾപ്പെടുന്ന വിപുലമായ ഭൂപ്രദേശം, അനേകായിരം മനുഷ്യർ, ദീർഘകാലം, ഇതെല്ലാം ഉൾപ്പെടുന്ന പുതിയൊരു കാലദേശബോധം ഇതിഹാസങ്ങളിൽ സന്നിഹിതമായിരിക്കുന്നു. ഒപ്പം തന്നെ ദേശത്തോടൊപ്പം തന്നെ കാലക്രമത്തെക്കുറിച്ചുള്ള, പുരാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാലക്രമത്തെക്കുറിച്ചുള്ള ചില ബോധ്യങ്ങളെ അത് മുന്നോട്ട് വയ്ക്കുന്നു. മൂന്നാമത്, ദൈവികതയ്ക്ക് പകരം വീരനായകത്വത്തെ, മാനുഷികതയെ, അതിൻ്റെ വൈരുദ്ധ്യങ്ങളെ ഇതിഹാസം പ്രധാനമാക്കി നിർത്തുന്നു. പുരാണങ്ങൾ ദൈവികതയിൽ ഉന്നുമ്പോൾ ഇതിഹാസങ്ങൾ മാനുഷികതയിലും അതിൻ്റെ സംഘർഷത്തിലും അതിൻ്റെ അനുഭവ മൂല്യങ്ങളിലും ഉന്നുന്നു. നാലാമതായി, കഥയുടെ ക്രമാനുഗതമായ വികാസത്തേക്കാൾ കഥാസന്ദർഭങ്ങളിൽ നിന്ന് ഉറവ പൊട്ടുന്ന ധാർമ്മികമായ പ്രതിസന്ധികളെ ഇതിഹാസങ്ങൾ പ്രധാനമാക്കുന്നു. ധാർമ്മിക പ്രതിസന്ധികൾ കഥയുടെ ക്രമാനുഗതമായ പരിവർത്തനത്തേക്കാൾ എത്രയോ പ്രധാനമായി ചില സവിശേഷ സന്ദർഭങ്ങൾ ഉയർന്നു വരികയും അതേക്കുറിച്ചുള്ള ആലോചനകൾ ഇതിഹാസ കേന്ദ്രങ്ങളായി പരിണമിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഐതിഹാസിക ഭാവനയിൽ, മിത്തുകളിൽ ഒക്കെ അതിശക്തമായി കാണുന്ന ഭ്രമാത്മകതയുടെ ലോകം, ഫാൻറ്റസിയുടെ ലോകം. ആ ഫാൻറ്റസിയുടെ ലോകത്തേക്കാൾ ശക്തിയോടെ സമകാലിക ജീവിതത്തിൻ്റെ വൈരുദ്ധ്യങ്ങളും വൈചിത്ര്യങ്ങളും സംഘർഷങ്ങളുമൊക്കെ ഇതിഹാസത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇതിഹാസം ഒന്നും പരിഹരിക്കുന്നില്ല, ഇതിഹാസം എല്ലാറ്റിനെയും തുറന്നു വയ്ക്കുന്നു. ഇതിഹാസം അവസാനത്ത് ഉത്തരം പറയുന്നില്ല, ഇതിഹാസം അനവധിയായ ചോദ്യങ്ങൾ തുറന്നിടുന്നു, ഉത്തരങ്ങൾക്ക് ധാരാളം വഴികളും തുറന്നിടുന്നു. അവസാനമായി പറയുന്ന ഒരു കാര്യം, ജീവിതത്തെ അതിൻ്റെ ആസന്നതയിൽ നോക്കുകയല്ല, ഐതിഹാസികമായ അകലത്തിൽ നിന്ന് നോക്കുകയാണ് ഇതിഹാസങ്ങൾ ചെയ്യുന്നത്. ഒരു എപ്പിക് ഡിസ്റ്റൻസിങ് അതിനെ മുൻനിർത്തിയാണ് പിന്നീട് നമ്മുടെ ബർട്ടോൾട്ട് ബ്രെക്റ്റിനെ പോലുള്ള ആളുകൾ എപ്പിക് തിയേറ്റർ എന്ന സങ്കല്പം വരുത്തുന്നുണ്ട്.
അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ കാലത്തെ വലിയ എഴുത്തുകാരനായ ബഷീറിനെ കുറിച്ച് എഴുതുമ്പോൾ നമ്മുടെ വലിയ നിരൂപകന്മാരിൽ ഒരാൾ ബഷീറിൻ്റേത് ഐതിഹാസിക മാനമുള്ള ഭാവനയാണ് എന്ന് പറയുന്നത്. ഈ ഐതിഹാസിക മാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തനിക്ക് മുമ്പിൽ നടക്കുന്ന സംഭവങ്ങളെ അവയുടെ മാത്രം അനുഭവത്തിലും വൈരുദ്ധ്യങ്ങളിലും വൈകാരികതയിലും കാണാതെ മനുഷ്യവംശചരിത്രത്തിൻ്റെ ഒരു ബൃഹത് പശ്ചാത്തലത്തിൽ അവയെ നോക്കിക്കാണാനും നിർമ്മമായി അവയെ വീക്ഷിക്കാനുമുള്ള ഒരു ശേഷിയാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ ആകമാനമുള്ള ഘടനയെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവിലേക്ക് ഒരു സന്ദർഭത്തിൽ നിന്നൊരു വഴി തെളിച്ചെടുക്കുക എന്നതാണ് ഒരു എപ്പിക് ഡിസ്റ്റൻസിങ് വഴി ഉണ്ടാകുന്ന ഒരു സവിശേഷ രീതി. അത്തരമൊരു ഐതിഹാസികമായ അകലം ദീക്ഷിക്കാൻ ഇതിഹാസങ്ങൾ പൊതുവിൽ ശ്രമിക്കുന്നുണ്ട് എന്നുമൊക്കെ ഇതിഹാസങ്ങളെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സവിശേഷതകളൊക്കെ ഒരു ജനുസിൽ വന്നു ചേരുന്നത് എന്തുകൊണ്ടാണ്? പഴയ ജനുസുകൾ കൊണ്ട്, അവയുടെ ഭാവനാക്രമങ്ങൾ കൊണ്ട്, അത് നൽകുന്ന ഉത്തരങ്ങൾ കൊണ്ട് തങ്ങളുടെ സാമൂഹിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് ഒരു ജനതയ്ക്കുണ്ടാകുന്ന ബോധ്യമാണ്, ഒരു സംക്രമണ ദശയിലെ പുതിയ ബോധ്യമാണ് ഈ പുതിയ ആഖ്യാന രൂപങ്ങളായി മാറുന്നത്. അങ്ങനെ ഇന്ത്യ ചരിത്രത്തിൻ്റെ ഒരു സവിശേഷ ഘട്ടത്തിൽ പുതുതായി നിലവിൽ വരുന്ന സാമൂഹ്യ അവബോധത്തെ ആവിഷ്കരിക്കുന്ന ഒരു സവിശേഷ രൂപ സംവിധാനമായി ഇതിഹാസങ്ങൾ പ്രാചീനമായൊരു ഘട്ടത്തിൽ നിലവിൽ വന്നു എന്ന് ധാപ്പറെ പോലെയും ഒക്കെയുള്ള ആളുകൾ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇതിഹാസങ്ങളുടെ വളർച്ചയെക്കുറിച്ച് പഠിച്ച പണ്ഡിതന്മാർ 5 ഘട്ടങ്ങളായിട്ട് അതിനെ കാണുന്നുണ്ട്. ഒന്നാമത്തെ ഘട്ടത്തിൽ അത് നാടോടിയായ കഥാഖ്യാനങ്ങളാണ്. നാടോടിയായ ഗായകർ, നാടോടികളായ ഗായകന്മാർ വീരഗാനങ്ങൾ പാടുന്ന ഒന്നായി അത് നിലനിൽക്കുന്നു. അടുത്ത ഘട്ടത്തിലാണ് ഈ വീരനായകത്വത്തിലേക്ക്, അതിൻ്റെ ഗാഥകളിലേക്ക് മിത്തുകളും കഥകളുമൊക്കെ കൂട്ടിയിണക്കപ്പെടുന്നത്. മൂന്നാമത്തെ ഘട്ടം ഇങ്ങനെ മിത്തുകളും വീരനായകത്വവും കൂടിക്കലർന്ന ഒരു രൂപത്തെ ബ്രാഹ്മണ്യത്തിൻ്റെ പദാവലികളിലേക്കും ബ്രാഹ്മണ്യത്തിൻ്റെ ആശയാവലികളിലേക്കും വൈദിക വ്യവഹാരത്തിലേക്കും സന്നിവേശിപ്പിക്കുന്ന മൂന്നാമതൊരു ഘട്ടം കാണുന്നു. നാലാമത്തെ ഘട്ടത്തിലാണ് ഇവ ലിഖിത രൂപങ്ങൾ ആർജിക്കുന്നത്. അഞ്ചാമത്തെ ഘട്ടത്തിൽ അവ വിപുലമായൊരു പാരമ്പര്യമായി ആധുനികമായ ബോധത്തിൽ ഇടം പിടിക്കുന്നതാണ് അഞ്ചാമത്തെ ഘട്ടം. അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഇതിഹാസം എന്നത് അതേ രൂപത്തിൽ പിറവിയെടുത്ത് മാറ്റങ്ങളേതുമില്ലാതെ നമ്മുടെ കാലത്തിലേക്ക് പരിണമിച്ചെത്തിയ ഒന്നല്ല. മറിച്ച് ഉടലെടുത്തപ്പോൾ ഒന്നായി കാലാന്തരത്തിൽ പല പടവുകൾ പിന്നിട്ട് പല ധർമ്മങ്ങൾ നിറവേറ്റി നമ്മിലേക്ക് എത്തിച്ചേർന്നവയാണ്. ഗാഥയായി പിറവിയെടുത്ത ഒന്ന് ഇതിഹാസമായി അതിൻ്റെ ചലച്ചിത്ര ഭാഷ്യമോ എം എ ഹുസൈൻ വരയ്ക്കുന്ന ചിത്രമോ അല്ലെങ്കിൽ പീറ്റർ ബ്രൂക്കിൻ്റെ നാടകമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആഖ്യാനമോ ആയി നമ്മിലേക്ക് എത്തുന്നതിനിടയിൽ സഹസ്രാബ്ദങ്ങളും മനുഷ്യജീവിതത്തിൻ്റെ എത്രയോ പ്രകാരങ്ങളും കൂടിക്കലർന്ന് കിടപ്പുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിലേത് പ്രകാരത്തോടാണ് നമുക്ക് സംസാരിക്കാനുള്ളത്? എം എ ഹുസൈൻ മഹാഭാരതത്തിൻ്റെ ഒരു പരമ്പര വരയ്ക്കുന്ന അതേ ധർമ്മമാണോ? ആ പരമ്പര നമ്മുടെ സംസ്കാര ചരിത്രത്തിൽ ഉണ്ടാക്കിയ അതേ ഫലമാണോ? അതിൻ്റെ അതേ ധർമ്മമാണോ മഹാഭാരതം ടെലിവിഷൻ സീരിയൽ ഉണ്ടാക്കുന്നത്? രാമായണത്തെ കാഞ്ചന സീതയാക്കുന്ന ശ്രീകണ്ഠൻ നായരും CN ശ്രീകണ്ഠൻ നായരും ആ കാഞ്ചന സീതയെ ഏതാണ്ട് നമ്മുടെ വനജീവിതത്തിൽ മുഴുകിക്കഴിയുന്ന തദ്ദേശീയ ഗോത്രജനതയുടെ ആഖ്യാനമാക്കി മാറ്റിയ അരവിന്ദനെ പോലുള്ള ഒരു ചലച്ചിത്രകാരനും രാമായണത്തിൽ ചെയ്തതെന്താണോ അത് തന്നെയാണോ ടെലിവിഷൻ സീരിയൽ ചെയ്തത്? ഈ ചോദ്യം ചോദിക്കണം. അല്ലെങ്കിൽ ഇത് രണ്ടും രാമായണം എന്ന് നിങ്ങൾ ഒറ്റയടിക്ക് മുദ്ര കുത്തുന്നതോടെ നമ്മുടെ ചരിത്രത്തിൽ പ്രവർത്തിച്ച വലിയൊരു ശക്തിയെ, ഇപ്പോഴും പ്രവർത്തനശേഷിയുള്ള ഒരു ശക്തിയെ നമ്മൾ അതിൻ്റെ ഭൗതികതയെ അല്പം പോലും കാണാതെ കൈയൊഴിയുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിന്താവിഷ്ടയായ സീത പ്രവർത്തിച്ചത് ടെലിവിഷൻ സീരിയൽ പ്രവർത്തിച്ചതുപോലെയാണോ? അക്ബറുടെ മഹാഭാരത വിവർത്തനത്തിൻ്റെ ധർമ്മം എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിൻ്റെ ധർമ്മം തന്നെയാണോ? എന്തുകൊണ്ടാണ് മുഗൾ കൊട്ടാരത്തിലെ കുട്ടികളുടെ പാഠ്യപദ്ധതിയിൽ മഹാഭാരതത്തിലെ ശാന്തിപർവം സുപ്രധാനമായ ഒരു ഭാഗമായി തീർന്നത്? മതാധികാരത്തെക്കാൾ വലുത് രാജാധികാരമാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി മുഗൾ കൊട്ടാരത്തിൻ്റെ പഠന പദ്ധതിയിലേക്ക് മഹാഭാരതത്തിലെ ശാന്തിപർവം ഉൾപ്പെടുത്തപ്പെട്ടതിൻ്റെ ചരിത്രപരമായ കാരണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, എന്ന ചോദ്യം മഹാഭാരതത്തോട് ചോദിച്ചാൽ, മഹാഭാരതത്തിൻ്റെ മുഗൾ ജീവിതം എന്ന് പറയുന്നത് മധ്യകാല ഭക്തി ജീവിതത്തിൽ നിന്ന് എത്രയോ ഭിന്നമായിരുന്നു എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് എഴുത്തച്ഛൻ
സ്ത്രീപർവത്തിലും അല്ലെങ്കിൽ രാമായണം കിളിപ്പാട്ടിലുമൊക്കെ ഭക്തിയുടെ അത്യുദാരതയിൽ പാടിപ്പൊലിപ്പിച്ച ഒരു പാരമ്പര്യം ഒരു ഭാഗത്ത് നിൽക്കെ തന്നെ മുഗൾ കൊട്ടാരത്തിലെ ഉലമാക്കളുടെ മതാധികാരവാദത്തിനെതിരെ രാജാവിൻ്റെ രാജാധികാരത്തെ പറഞ്ഞുറപ്പിക്കുന്നതിനുള്ള സമരതന്ത്രത്തിൻ്റെ രൂപമായും മഹാഭാരതം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് രണ്ടുമായി പ്രവർത്തിച്ച പാഠത്തിൻ്റെ പേരാണ് മഹാഭാരതം. അത് ശിലാരൂപത്തിൽ സംഗ്രഹിക്കപ്പെട്ട ഒന്നല്ല, കാലത്തിൽ പല പ്രകാരങ്ങളിൽ ചലനാത്മകമായി നിലനിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. ചരിത്രത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം അത് സ്തബ്ധമല്ല, അത് കേവല സത്തയല്ല, അത് പ്രക്രിയയാണ്. ഈ പ്രക്രിയയിൽ ഏതേത് ഘടകങ്ങൾ ഉൾച്ചേരുന്നു, എന്തെന്ത് ഫലങ്ങൾ ഉളവാക്കുന്നു എന്ന് ആ പ്രക്രിയയുടെ നടുവിലിറങ്ങി നിന്ന് ആരായാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിഹാസ പാരമ്പര്യത്തോട് അർത്ഥപൂർണമായി സംവദിക്കാൻ പറ്റുക. കടലിലിറങ്ങാതെ നിങ്ങൾക്ക് കടലിൽ നീന്താൻ പറ്റില്ല, പുഴയിലിറങ്ങാതെ നിങ്ങൾക്ക് പുഴ കടക്കാനും കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പുഴ കടക്കലിനുള്ള താരതമ്യേന വളരെ പ്രയാസകരമായ, പ്രത്യേകിച്ചും ഒരു കുട്ടിയുടെ ശൈശവഭാവനയോട് ഇതിഹാസം പോലുള്ള ഒരു ബൃഹത് പാരമ്പര്യത്തിൻ്റെ അതിസങ്കീർണതയെ മുൻനിർത്തി സംസാരിക്കുക എന്ന വളരെ വളരെ പ്രയാസകരമായ ഒരു ജോലിയാണ് വാസ്തവത്തിൽ ശ്രീചിത്രൻ ഈ പുസ്തകത്തിൽ ഏറ്റെടുത്ത് നിറവേറ്റാൻ ശ്രമിക്കുന്നത്. അത് ഏതളവിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്താൻ പാകത്തിന് ഞാൻ ആ പുസ്തകത്തിലൂടെ കടന്നു പോയിട്ടില്ല. അത് എത്ര പോരായ്മകൾ ഒരാൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാലും ആ പോരായ്മകൾക്കെല്ലാം അപ്പുറവും ആ ശ്രമത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം പുരാണ പാരമ്പര്യത്തിൻ്റെ സംഗ്രഹ രൂപങ്ങളായിട്ടല്ലാതെ പുരാണ പാരമ്പര്യത്തെ, ഇതിഹാസ പാരമ്പര്യത്തെ സാമൂഹ്യ ചരിത്രവുമായി ബന്ധപ്പെടുത്തി കുട്ടികളോട് വിശദീകരിക്കുന്ന ഒരു കൃതിയും മലയാളത്തിലുള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിലില്ല. ഞാൻ താരതമ്യേന ഇതിൽ പലതും ശ്രദ്ധിക്കാൻ ശ്രമിച്ച ഒരാളാണ്. മഹാഭാരത കഥകൾ സംഗ്രഹിച്ച് പറയുന്ന നൂറുകണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്. രാമായണ കഥ സംഗ്രഹിച്ച് പറയുന്ന അനവധി ഗ്രന്ഥങ്ങളുണ്ട്. അവയൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത് മതാത്മകമായ ഒരു പ്രാചീനതാബോധമാണെങ്കിൽ ശ്രീചിത്രൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ മതാത്മകതയെ മതത്തിന് പുറത്തു കൊണ്ടുവന്ന് സാമൂഹ്യ ചരിത്രത്തിൻ്റെ ഒരു സവിശേഷ രൂപമാണ് ഈ മതം. ആ മതമായി പുറത്തു വരുന്നത് വാസ്തവത്തിൽ മതമല്ല, സാമൂഹ്യ ബന്ധങ്ങൾ, ഭൗതിക ബന്ധങ്ങൾ, ഭൗതിക ശക്തികൾ, അവ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് മതമായി വരുന്നത്. അതുകൊണ്ട് മതത്തിൻ്റെ പേരിൽ നിങ്ങളുടെ മുന്നിലെത്തുന്നതിൽ വാസ്തവത്തിൽ മതമല്ലാത്ത പലതുമുണ്ട് എന്നതാണ് മതത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടിപ്പു സുൽത്താൻ വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചുകൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ മൈസൂരിലെ ശൃംഗേരി മഠത്തിന് അദ്ദേഹം ധാരാളമായി സംഭാവന ചെയ്തിരുന്നു. പഴശ്ശി കേരളത്തിലെ വയനാട്ടിൽ ബ്രിട്ടീഷുകാരോട് അതിധീരമായി ഏറ്റുമുട്ടിയ പഴശ്ശി ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് ടിപ്പുവിനെതിരെയും യുദ്ധം ചെയ്തിരുന്നു. ഈ വൈരുദ്ധ്യം ചരിത്രത്തിലുണ്ട്. പഴശ്ശി ധീരനായ ദേശാഭിമാനിയാണ് എന്ന തിരിച്ചറിവുള്ളപ്പോൾ തന്നെ കമ്പനിയോടൊപ്പം ചേർന്ന്, ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് ടിപ്പുവിനെതിരെ യുദ്ധം ചെയ്ത ഒരാൾ കൂടിയാണ് പഴശ്ശി എന്ന യാഥാർത്ഥ്യം ഇല്ലാതാവില്ല. അത് ചരിത്രത്തിലൊരു വൈരുദ്ധ്യമാണ്. എന്നതുപോലെ ശൃംഗേരി മഠത്തിന് ധനം നൽകുന്ന, സഹായം നൽകുന്ന ടിപ്പു സുൽത്താൻ തന്നെയാണ് മലബാറിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നത്. ഇതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതമായി പുറത്തു വരുന്നത് ചരിത്രത്തിൽ മതമായി പ്രവർത്തിക്കുന്നവ മാത്രമല്ല. മതമായി പുറത്തു വരുന്നത് മധ്യകാലത്തെ 11, 12, 13 നൂറ്റാണ്ടുകളിലൊക്കെ അരങ്ങേറിയ കുരിശുയുദ്ധങ്ങൾ. ഈ കുരിശുയുദ്ധങ്ങൾ അത് അടിസ്ഥാനപരമായി അറേബ്യയിലെ, മധ്യേഷ്യയിലെ കച്ചവട പാതകൾക്ക് മേലുള്ള നിയന്ത്രണാധികാരത്തിന് വേണ്ടി നടന്ന യുദ്ധങ്ങൾ കൂടിയാണ്. കച്ചവടപ്പാതയ്ക്ക് മേലുള്ള നിയന്ത്രണാധികാരത്തിന് വേണ്ടി നടന്ന യുദ്ധങ്ങൾ പക്ഷേ പുറത്തു വന്നത് ക്രിസ്തു മതത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും മതമൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങൾ മാത്രമായിട്ടാണ്. അതുമാത്രമല്ല, അവയുണ്ടായിട്ടുണ്ട്, പക്ഷേ ഇവയും ഉണ്ടായിട്ടുണ്ട്. കുമാരനാശാൻ പറയുന്നത് പോലെ ഏകകാര്യം അഥവാ ബഹുദ്ധമാം, ഏകഹേതു ബഹുകാര്യകാരിയാം. ഒരൊറ്റ കാരണത്തിൽ നിന്ന് ഒരു കാര്യം, അങ്ങനെയല്ല, അനവധി കാരണങ്ങളിൽ നിന്ന് ഒരു കാര്യവും, ഒരു കാര്യത്തിൽ നിന്ന് അനവധി കാരണങ്ങളും എന്നതാണ് ചരിത്രത്തിൻ്റെ പ്രക്രിയാപരമായ സ്വഭാവം. അതുകൊണ്ട് ഏതേത് ബലങ്ങൾ കലങ്ങിക്കൂടി ഈ സംഭവം ഉണ്ടായി. ഈ സംഭവങ്ങളിൽ നിന്ന് എന്തൊക്കെയായി അത് പരിണമിച്ചു, ഇങ്ങനെ ഒഴുകി വന്നവ ഏത്, ഇവിടെ നിന്ന് ഒഴുകി പരന്നവ ഏത്
എന്ന ചോദ്യത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ആ ചലനാത്മകതയോട് സംവദിച്ചാലാണ് ചരിത്രത്തെ മനസ്സിലാവുക. അല്ലാതെ ചരിത്രത്തിൻ്റെ മുകളിൽ നാം കൽപ്പിച്ചു കൊടുക്കുന്ന സുനിശ്ചിതാർത്ഥങ്ങളെ അവയ്ക്ക് മുകളിൽ ആരോപിച്ചുറപ്പിച്ച് അതാണ് ചരിത്രത്തിൻ്റെ അന്തിമാർത്ഥം എന്നൊരാൾ സങ്കല്പിച്ചാൽ, അതിന് മലയാളത്തിൽ പണ്ടൊരു ചൊല്ലുള്ളത് മനോരാജ്യത്തിൽ എന്തിനർത്ഥരാജ്യം എന്നാണ്. അതിലൊരു തകരാറുമില്ല, നിങ്ങൾക്ക് സങ്കല്പിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. നിർഭാഗ്യവശാൽ ചരിത്രം നമ്മുടെ സങ്കല്പശേഷിക്ക് അപ്പുറത്തുള്ള ഒരു വൈരുദ്ധ്യമാണ് എന്നതാണ്. അതുകൊണ്ട് ഈ ഇതിഹാസ പാരമ്പര്യത്തെ സൂക്ഷ്മമായി നോക്കുക, അത് മതാത്മകതയുടെ പരിവേഷത്തിൽ അരങ്ങേറുന്ന സാമൂഹ്യ വൈരുദ്ധ്യങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഒരു വലിയ ലോകമാണെന്ന് പറയുക, അതിൽ കൊടുക്കലും വാങ്ങലുകളും നടക്കുന്നുണ്ടെന്ന് പറയുക, ബഹുരൂപിയായി അത് ജീവിക്കുന്നുണ്ടെന്ന് പറയുക, ഇതെല്ലാം കുട്ടികളോട് പറയുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു ഭാഗത്ത് ഇതിഹാസ ഭാവനയെ ചരിത്രവൽക്കരിച്ചുകൊണ്ടും മറ്റൊരു ഭാഗത്ത് ഈ ചരിത്രാത്മകതയെ ഏറ്റവും സരളമായി കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ നിർണായകമായൊരു ഇടപെടലാകാൻ ഈ ഗ്രന്ഥത്തിന് കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് സഫലമായ ഒരു തുടർജീവിതം ഈ ഗ്രന്ഥത്തിന് ഇനി അങ്ങോട്ടുള്ള കാലത്തുണ്ടാകും എന്ന ആശയം, ആഗ്രഹം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ഈ മുഹൂർത്തം ഉപയോഗിക്കുന്നു, ഈ സന്ദർഭത്തെ ഉപയോഗിക്കുന്നു. ഏവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. നന്ദി സർ.